തപ്പ് വിചാരിച്ചത് എടുത്തു കളയാൻ അവന് കഴിയും എന്ന് ഓർമ്മയില്ലാത്തതുപോലെയാണ് പലരും ദുനിയാവ് ആസ്വദിക്കുന്നത്. അവരുടെ പല ചിരിയും അവരുടെ കളിയും ഒക്കെ കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്ന ഒരു വാക്ക് അവരുടെ നാവിൽ നിന്ന് കേൾക്കുന്നില്ല. മറിച്ച് നിഅമത്ത്, അള്ളാഹു തന്ന നിഅമത്ത് അവൻ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ്. ദുനിയാവിൽ തന്നെ ആജില ശിക്ഷ തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അത് നമ്മളെ സൂചിപ്പിക്കുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവമാണ്. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. سورة الكهف 30 آية. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. الله سبحانه وتعالى പറയുന്നു إن الذين آمنوا وعملوا الصالحات. ആരാണ് ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ? ഈമാനിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലു സ്വാലിഹാത്ത് പറഞ്ഞത് കാണാം. ഈമാൻ എന്നാൽ അത് വെറും ഖൽബിലുള്ളതല്ല. ഈമാൻ എന്നാൽ തസ്ദീഖുൻ ബിൽ ഖൽബ് വനുത്ഖുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ്. ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തലും നാവ് കൊണ്ട് പറയലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ. ഈമാനും അമലു സ്വാലിഹാത്തും, അമലു സ്വാലിഹാത്ത് ഈമാന്റെ ഭാഗം തന്നെയാണ്. ഇത് രണ്ടുമുള്ളവർ ഇന്ന ലാ നുദീഉ, അല്ലാഹു പറയുന്നു ഇന്ന തീർച്ചയായും നാം ലാ നുദീഉ പാഴാക്കി കളയുകയില്ല. മൻ അഹ്സന അമല, ആരാണോ അമൽ ഇഹ്സാനോടെ അമൽ ചെയ്തത് അവരുടെ അമൽ നാം പാഴാക്കി കളയുകയില്ല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നഹു മയത്തഖി വയസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സബർ കൈക്കൊള്ളുകയും ചെയ്തത് മുഹ്സിനുകളുടെ അമൽ അള്ളാഹു ഒരിക്കലും വെറുതെ ആക്കുകയില്ല. അഥവാ അള്ളാഹു വേണ്ടി ചെയ്ത അമൽ അള്ളാഹു വെറുതെ ആക്കുക. ഒരുവൻ എത്ര പാപി ആയിക്കൊള്ളട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ ഓർത്ത് അവൻ അമൽ ചെയ്യാതിരിക്കരുത്. അള്ളാഹു അമൽ സ്വീകരിക്കുന്നതാണ്. അവൻ തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് തൗബ ചെയ്യുക, എന്നിട്ട് അമൽ ചെയ്യുക. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, അള്ളാഹു പറഞ്ഞു ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. തെറ്റുകളെ ഹസനാത്ത് നന്മകൾ ഇല്ലാതാക്കി കളയും. നന്മകൾ തെറ്റുകളെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം. വലിയ പാപങ്ങളാകട്ടെ തൗബ ചെയ്യുക തന്നെ വേണം. അള്ളാഹുവിനോട് അത് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യുക തന്നെ വേണം. നിരാശരാവരുത്, അമൽ ചെയ്യുക. അള്ളാഹു വെറുതെ ആക്കുകയില്ല. അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെട്ട ഒരുവനെ ഒരിക്കലും അള്ളാഹുവിന് മോശം മരണം നൽകുകയില്ല. അള്ളാഹുവിനെ നല്ല നിലക്ക് മരിപ്പിക്കുമെന്നാണ്. വലില്ലാഹിൽ ഹംദ്. ഉലൈക ലഹും, അള്ളാഹു പറയും ഉലൈക ലഹും അവർക്കുള്ളതാണ് ജന്നാതു അദ്നിൻ. ജന്നാതു അദ്നിൻ എന്നാൽ ജന്നാതു ഇഖാമ, താമസിക്കാനുള്ള ജന്നാത്ത്. സ്വർഗത്തെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ജന്ന എന്നാണ്. അതിന്റെ വാക്കർത്ഥം തോട്ടങ്ങൾ എന്നാണ്. ജീം നൂൻ നൂൻ, ഇത് അതാണ് ശബ്ദുള്ള നൂൻ എന്നാൽ 2 നൂനാണ്. ഇത് കൊണ്ടുവരുന്ന വാക്കിന്റെ ഒക്കെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന് ജിൻ നമ്മൾ കാണൂല, മറഞ്ഞിരിക്കുന്നതാണ്. നമ്മളെ കാണുക, പക്ഷെ നമുക്ക് കാണൂല. ജുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സൗമു ജുന്ന, നോമ്പ് ഒരു ജുന്നത്താണ്. ജുന്നത്ത് എന്നാൽ പരിചയമാണ്. നമ്മളെ ശത്രുവിന് കാണാതിരിക്കാൻ, അവന്റെ ആയുധം കൊള്ളാതിരിക്കാൻ വെക്കുന്നതാണ് ജുന്ന, പരിച. അതുപോലെ ജന്ന സ്വർഗം, കാരണം അതിലെ ഇടതൂർന്ന മരങ്ങൾ കാരണം അത് കാണാത്തതുപോലെ ആയിരിക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ആക്കിയിട്ടുള്ളത്. ജന്നാതു അദ്നിൻ, താമസിക്കാനുള്ള സ്വർഗം. തജ്രി, ഒഴുകുന്നു. മിൻ തഹ്തിഹിം, അവരുടെ താഴ്ഭാഗത്തുകൂടെ അൽ അൻഹാർ, അരുവികൾ. സ്വർഗത്തിലെ കൊട്ടാരങ്ങൾക്ക് താഴെ, അവിടുത്തെ അതീവ സുന്ദരമായ മരങ്ങൾക്ക് താഴെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നാണ്. ഒരു കലർപ്പുമില്ലാത്ത അരുവികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു
وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. അവിടെ ഉള്ള അരുവികൾ കലർപ്പില്ലാത്ത പരിശുദ്ധമായ വെള്ളത്തിന്റെ അരുവി, കലർപ്പില്ലാത്ത പാലിന്റെ അരുവി, കലർപ്പില്ലാത്ത മദ്യത്തിന്റെ അരുവി. ഇവിടുത്തെ മദ്യം എന്നാൽ ലഹരി ഉണ്ടാക്കാത്ത മദ്യമാണ്, എന്നാൽ രുചിയുള്ളതാണ്. വൻഹാറും മിൻ അസലിൻ മുസഫ, ഏറ്റവും ശുദ്ധിയുള്ള തേനിന്റെ അരുവി. ഇതെല്ലാം സ്വർഗത്തിലുണ്ട്. അതെല്ലാം പുറപ്പെട്ടൊഴുകുന്നത് റബ്ബിന്റെ അർശിന് താഴെ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹാ അഅലൽ ജന്നതി വഔസതുഹാ മിൻഹാ തഫജ്ജറു അൻഹാറുൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. കാരണം അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം, അതാണ് ഏറ്റവും നല്ല സ്വർഗം. വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റബ്ബിന്റെ അർശുള്ളത്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത്. മാത്രമല്ല ഈ അരുവികളുടെ പ്രത്യേകത യുഫജ്ജിറൂനഹാ തഫ്ജീറ. അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ള മുഅ്മിനുകൾ അവരുദ്ദേശിക്കുന്ന വഴിയിലൂടെ അത് ഒഴുകുമെന്ന്. അവരെങ്ങോട്ട് ഒഴുകണമെന്ന് ഉദ്ദേശിച്ചോ അങ്ങോട്ടേക്ക് അതൊഴുകുമെന്ന്. തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ. അള്ളാഹു പറയുന്നു, ഉലൈക ലഹും ജന്നാതു അദ്നിൻ, അവർക്ക് അവിടെ ഇഖാമത്തിനുള്ള സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, സാലിഹുകളായ എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ കൽബിനും സങ്കല്പിക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ളതാണ് സ്വർഗം. അതിവിശാലമാണ്. അല്ലാഹു പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം വേഗം പോകൂ. അർദുഹാ, അതിന്റെ വിസ്താരം, അസ്സമാവാതു വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്താരമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. എത്രത്തോളം അതിലേറ്റവും അവസാനം കിടക്കുന്ന ആൾ വരെ ഈ ദുനിയാവ് മുഴുവൻ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കും. ദുനിയാവ് മുഴുവൻ അയാളുടേതാണ്. അയാളെക്കാളും എത്ര ഇരട്ടിയാണ് സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആളുടെ വരെ ശ്രേഷ്ഠത. അവന് നോക്കാൻ കഴിയാത്ത അത്രയും ദൂരത്തോളം അവന്റെ സാമ്രാജ്യമാണ്. വൈദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ, നീ അവിടെ കാണുകയാണെങ്കിൽ വലിയ സുഖം നിനക്ക് അവിടെ കാണാം. മുൽക്കൻ കബീറ, വലിയ മുൽക്ക് കാണാം. അവന്റെ നോക്കത്ത ദൂരത്തോളം അവന്റെ കൊട്ടാരങ്ങളും അവന്റെ പരിചാരകരും അവനുള്ളതെല്ലാം അള്ളാഹു ഇവിടെ നൽകും. ലഹും മാ യശാഊന ഫീഹ, അവരുദ്ദേശിക്കുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകും. അവിടെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള വീടുകൾ, അവിടുത്തെ മണ്ണാകട്ടെ ഏറ്റവും സുഗന്ധമുള്ളതാണ്. അവിടുത്തെ കാറ്റാകട്ടെ അടിച്ചു വീശിയാൽ ആളുകളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. ഓരോ നാളുകൾ കഴിയുന്നതിന് അവർക്ക് സുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, കുറയുകയില്ല, മടുക്കുകയില്ല. ഒരാളും അവരെ അവിടെ നിന്ന് പുറത്താക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ലാ സിയാബു വലാ തഫ്നി ശബാബു, അവരുടെ വസ്ത്രം ദുരുട്ടിപ്പോവുകയില്ല, അവരുടെ യൗവനം നശിക്കുകയില്ല. അലാ തൂലി അബീകും ആദം, എല്ലാവരും നിങ്ങളുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരമായിരിക്കും അവിടെ എല്ലാവർക്കും. 60 ദിറാഅൻ, 60 മുഴം നീളം. എല്ലാവരും ഒരേ പ്രായത്തിലായിരിക്കും. 33 വയസ്സുള്ളവരായിരിക്കും എല്ലാവരും അവിടെ. എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ആളുകളും ദുനിയാവിൽ നിന്ന് അവിടെ ചെന്നിട്ടുള്ള ആളുകൾ എല്ലാവരും ആ പ്രായത്തിലായിരിക്കും. ആ പ്രായത്തിലാണ് അത്ര കമാലുൽ ഇദ്റാഖ്, എല്ലാ സുഖങ്ങളും അനുഭവങ്ങളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയത് അതാണ് അത്ര. അല്ലാഹു അലം. അങ്ങനെയാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല വലദൈന മസീദ് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അവർക്ക് അല്ലാഹു അവനെ കാണിച്ചു കൊടുക്കും. അല്ലാഹു അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? അവർ പറയും, അല്ലാഹു ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? അലം തുബയ്യിർ വുജൂഹന, നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ചു തന്നില്ലയോ? നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലയോ?
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിജാബ് നീക്കും. മുഅ്മിനുകൾ അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് സ്വർഗത്തിലെ മുഴുവൻ സുഖങ്ങളും അവർ മറന്നുപോകുമെന്ന്. രാവിലെയും വൈകുന്നേരവും അള്ളാഹു അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് 2 നിസ്കാരങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങൾ, സുബ്ഹും അസ്റും. വളരെയധികം ശ്രദ്ധിക്കുക. ബാക്കി നിസ്കാരങ്ങൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. സുബ്ഹും അസ്റും മുന്തിയ രൂപത്തിൽ ശ്രദ്ധിക്കുക. കാരണം മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണാതെ ഇവിടുന്ന് അവനെ ഇബാദത്ത് ചെയ്തു. അതിനുള്ള ഫലം എന്താണ്? റബ്ബ് അവനവർക്ക് കാണിച്ചു കൊടുത്തു. റബ്ബ് അവനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അതോടെ അവരെല്ലാം ബാക്കിയുള്ളതെല്ലാം അവർക്ക് നിസാരമായി തോന്നുമെന്ന്. അത്രയും വലിയ സുഖമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ നോക്കിക്കൊണ്ടിരിക്കുക എന്നത്. യുഹല്ലൗന ഫീഹ, അല്ലാഹു പറയുന്നു യുഹല്ലൗന ഫീഹ, അവർക്ക് അവിടെ അണിയിക്കപ്പെടും മിൻ അസാവിർ, സിവാർ എന്നാൽ വള എന്നാണ്, അസാവിർ വളകൾ, മുന്തിയ ആഭരണങ്ങൾ അല്ലാഹു അവിടെ അവർക്ക് നൽകുന്നതാണ്. ഏറ്റവും ഖൈറായത് മിൻ ദഹബിൻ, സ്വർണത്തിന്, വയൽബസൂന, അവർ ധരിക്കുന്നതാണ് സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസി വ ഇസ്തബ്റഖ്. ഖുദ്റൻ സിയാബൻ, വസ്ത്രങ്ങൾ, ഖുദ്റൻ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ, മിൻ സുന്ദുസി വ ഇസ്തബ്റഖ്. സുന്ദുസും ഇസ്തബ്റഖും 2 പട്ടുവസ്ത്രങ്ങളാണ്. സുന്ദുസും ഇസ്തബ്റഖും. സുന്ദുസ് എന്നാൽ ലിബാസുർ റിഖാഖുൻ, വളരെ നേർത്ത പട്ടാണ് സുന്ദുസ്. എന്നാൽ ഇസ്തബ്റഖാകട്ടെ കട്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ ഉള്ളിലും ഒന്ന് അതിന് പുറത്തും ധരിക്കുമെന്നാണ്. ഏറ്റവും മുന്തിയ വസ്ത്രം അവർ ധരിക്കും. അതുകൊണ്ടാണ് ഇത് പട്ട്, സ്വർണം ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തശ്റബു ഫീ ഇനാഇൽ ഫിദ്ദ വലാ തഅകുലു ലാ തശ്റബു ഫീ ഇനാഇൽ ദഹബി വൽ ഫിദ്ദ വലാ തശ്റബു ഫീ സിഹാഫിഹിമാ ഫഇന്നഹാ ലഹും ഫിദ് ദുനിയ വലക്കും ഫിൽ ആഖിറ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ നിങ്ങൾ കുടിക്കരുത്, അതിൽ തിന്നാനും പാടില്ല. ഫഇന്നഹാ ലഹും ഫിദ് ദുനിയ, അത് ഈ ലോകത്ത് അവർക്കുള്ളതാണ്, അവർ കാഫിറുകൾക്കുള്ളതാണ്. അവർക്ക് ഹലാലാണെന്നല്ല എന്റെ അർത്ഥം, അവരാണത് അനുഭവിക്കുന്നത്. കാരണം അവരുടെ ജന്ന ഇവിടെയാണ്, അവരുടെ ജന്ന അതിവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, ഈ ലോകം മുഅ്മിനിന്റെ ജയിലാണ്, കാഫിറിന്റെ സ്വർഗമാണ്. എന്ന് പറഞ്ഞാൽ അവന് ഇവിടെയാണ് ഉള്ളത്. പരലോകത്താകട്ടെ അവന് നരകമല്ലാതെ വേറൊന്നുമില്ല. കാഫിറിനും മുശ്രിക്കും നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കരുത്, കോപ്പയിൽ കുടിക്കരുത്, അതിന്റെ പാത്രത്തിൽ തിന്നാനും പാടില്ല. അത് ഈ ലോകത്ത് അവർക്കുള്ളതാണ്, പരലോകത്ത് നിങ്ങൾക്കുള്ളതാണ്, മുഅ്മിനുകൾക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വെള്ളിയുടെ പാത്രത്തിൽ കുടിച്ചാൽ ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, അവൻ ഇറക്കുന്നത് ജഹന്നമിലെ തീയാണ് അവൻ ഉള്ളിലേക്ക് ഇറക്കുന്നത്. അത് നമുക്ക് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് പട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയ്യിൽ പട്ടും ഒരു കയ്യിൽ സ്വർണവും ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ ഉമ്മത്തിലെ ദുക്കൂർ ഉമ്മത്തിന് ഹലാലാണ്, ഹറാമാണ്, ഇനാസു ഉമ്മത്തിന് ഹറാമാണ്. പട്ട്, സിൽക്ക് അത് ഉയർത്തിപ്പിടിച്ച്, സ്വർണം ഉയർത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് ഇത് ഹലാലാണ്. എല്ലാവരും അത് അസ്ലൻ ഹറാമല്ല, ഹലാലാണ്. അതുകൊണ്ട് ഒരാൾക്ക് സ്വർണം വിൽക്കാം, ഹലാലാണെങ്കിൽ സ്വർണം വിൽക്കുക, സ്വർണം വാങ്ങാന്നുള്ളത്. കാരണം അത് എല്ലാവർക്കും ഹറാമാണ്. അതുപോലെ തന്നെ പട്ടിന്റെ വസ്ത്രം, അതിന്റെ തുണി ഒരാൾക്ക് വേണമെങ്കിൽ വിൽക്കാം. പുരുഷന് ഖാസായ വസ്ത്രം അത് വാങ്ങുന്ന ആൾ ഉപയോഗിക്കാനാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിൽക്കാൻ പാടില്ല. വാങ്ങുന്ന ആളത് എടുക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അനുവദനീയമാണ്. പൊതുവെ അസ്ലൻ പട്ട് ഒരാൾ വിൽക്കുക എന്നുള്ള അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മസ്ജിദിന്റെ പുറത്തുനിന്ന് പട്ട് ഒരാൾ വിറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ല. റസൂൽ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി, എന്നിട്ട് ഉമർക്ക് കൊടുത്തയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപയോഗിക്കാൻ, അത് ഇടാനല്ല. അവർ പറഞ്ഞത് വേറെ ഉപകാരം ഉണ്ടാവില്ല അതിനെ കൊണ്ട്, അതിനു വേണ്ടിയാണ്. സ്ത്രീകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം, ധരിക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, അവർക്ക് സ്വർഗത്തിൽ പട്ടിന്റെ വസ്ത്രമാണുള്ളത്. മുത്തഖിഈന ഫീഹാ, അവരുടെ ഒരു സുഖിച്ച് ജീവിക്കുന്ന ആളുകളാണ്, ഒരു പ്രയാസവും അവർക്ക് ഉണ്ടാവുകയില്ല എന്നതിന് നോക്കും അള്ളാഹു പറയുന്നത്. മുത്തഖിഈന ഫീഹാ, അവരോട് ചാരിയിരിക്കുന്നവരാണ്. അലൽ അറായിക്,
അരീക്കത്തുകളിൽ, അരീക്ക എന്നാൽ സ്വർഗത്തിലെ പ്രത്യേകമായ ഇരിപ്പിടങ്ങളാണ്. സ്വർഗത്തിലെ പ്രത്യേകമായ ഇരിപ്പിടങ്ങളാണ്. നിഅമ സവാബു, എത്ര നല്ല പ്രതിഫലം. വഹസുനത് മുർതഫഖ, എത്ര നല്ല സങ്കേതമാണ് അവർക്കുള്ളത്. നരകക്കാരെ കുറിച്ച് പറഞ്ഞ എന്താ? നരകക്കാരെ കുറിച്ച് പറഞ്ഞത് ബിഅസ ശറാബു വസാഅത് മുർതഫഖ, എത്ര മോശം പാനീയം, എത്ര മോശം സ്ഥലമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ അഖലില്ലാത്തവനാണ് ഈ നിസാരമായ ദുനിയാവ്. ദുനിയാവിന് വേണ്ടി പരലോകം കളഞ്ഞു കുടിക്കുന്ന ഒരാൾക്ക് ദുനിയാവ് തുടങ്ങിയത് മുതൽ അവസാനം വരെ ആയുസ് കിട്ടി. ദുനിയാവ് തുടങ്ങിയത് മുതൽ അവസാനം വരെ അള്ളാഹു ആയുസ് കൊടുത്തു എന്ന് സങ്കല്പിക്കുന്നു. എന്നിട്ട് അവൻ ദുനിയാവിൽ സുഖിച്ചു ജീവിച്ചു, അള്ളാഹിനെ മറന്ന് ഹറാമുകൾ അനുഭവിച്ച്, അള്ളാഹു ഹറാമാക്കിയത് അനുഭവിച്ച് ജീവിച്ചു. പരലോകത്തിന് അവന് നരകം നഷ്ടമായി. എങ്കിൽ തന്നെ അവൻ തീരെ ബുദ്ധിയില്ലാത്ത ഏറ്റവും വലിയ നഷ്ടം പറ്റിയവനാണ്. എത്രത്തോളം? ദുനിയാവിന്റെ തുടക്കം മുതൽ അവസാനം വരെയാണ് അവൻ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളതെങ്കിലും ശരി, ദുനിയാവ് മുഴുവൻ അവൻ ആസ്വദിച്ചാലും ശരി, സ്വർഗം നഷ്ടപ്പെട്ടാൽ അത് തീരാത്ത നഷ്ടമാണ്. പിന്നല്ല നമ്മൾ ഈ ചുരുങ്ങിയ ഈ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ച ഏറ്റവും സുഖം അനുഭവിച്ചവനെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും. അവൻ നരകത്തിന്റെ അവകാശിയായിരുന്നു. അവനെ അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, ഹൽ മർറ ബിക നഈമുൻ ഖത്തു, നീ ഇതുവരെ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ? അവൻ പറയില്ല. ഒന്ന് മുക്കിയെടുത്തതോടുകൂടി ദുനിയാവിൽ ആസ്വദിച്ച് മുഴുവൻ അവന് മറന്നുപോയി. അത്രക്കും കടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും പ്രയാസം അനുഭവിച്ച ഒരുവൻ, ദുനിയാവിൽ ഏറ്റവും നെരുങ്ങി ജീവിച്ച ഇടുങ്ങിയ ജീവിതം ഉണ്ടായിരുന്ന ഒരാൾ, അള്ളാഹു അയാളെ പരലോകത്ത് കൊണ്ടുവരും. അയാൾ സ്വർഗത്തിന് അവകാശിയായിരുന്നു. അള്ളാഹു സ്വർഗത്തിലൊന്ന് അവനെ മുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ദുനിയാവിൽ ഇതുവരെ വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയും, സുബ്ഹാനല്ലാഹ്, അത്രയും വലുതാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ഒരു മരമുണ്ട്. ഒരു വേഗത്തിൽ കുതിര ഓടിച്ചു പോകുന്ന ഒരാൾ ആ മരത്തിന്റെ തണൽ മുറിച്ചു കിടക്കണമെങ്കിൽ 100 വർഷം എടുക്കും. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, വളില്ലിൻ മംദൂദ്, നീണ്ടു നിൽക്കുന്ന തണൽ. ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അവിടെ. അവർക്കവിടെ പ്രയാസമില്ല, ശംസുമില്ല, ജംഹരീറുമില്ല, കടുത്ത ചൂടുമില്ല, കടുത്ത തണുപ്പുമില്ല. ആ ചൂട് അള്ളാഹുവിന്റെ ആയത്താണത്. അള്ളാഹുവിന്റെ ആയത്താണ്. നരകത്തെ കുറിച്ച് ആലോചിക്കാനുള്ള അള്ളാഹുവിന്റെ ആയത്താണ്. ചൂട് കൂടുക എന്നുള്ളത് സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ദുർഗന്ധം നമുക്കുള്ള ആയത്താണ്. എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ദുർഗന്ധമുള്ള എന്തെങ്കിലും ചർച്ച നമ്മൾ താമസിക്കുന്നിടത്ത് കുടുങ്ങിയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടുപോയിട്ടാൽ നമ്മുടെ ജീവിതം പ്രയാസമാകും. നരകമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടുന്ന് ഒരു പാനീയം, അതിന്റെ ഒരു തുള്ളി ദുനിയാവിൽ എവിടെയെങ്കിലും ഇട്ടിരുന്നുവെങ്കിൽ ദുനിയാവിലുള്ളവർ മുഴുവൻ മൂക്കുപൊത്തിയാണ്. സ്വർഗത്തിലെ പാനീയത്തിൽ നിന്നൊരു തുള്ളി ഈ ലോകത്ത് ഉറ്റിയിരുന്നുവെങ്കിൽ ദുനിയാവിലെ മുഴുവൻ പേരും അതിന്റെ സുഗന്ധം ആസ്വദിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ കുസൂഫ് അഥവാ ഗ്രഹണ നമസ്കാരം നിസ്കരിക്കുമ്പോൾ അവിടത്തേക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു. റസൂൽ നരകം കാണിക്കപ്പെട്ടപ്പോൾ പേടിച്ച് പിന്നിലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ മുന്നിലേക്ക് നടന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി നിങ്ങൾ പിന്നോട്ട് വരുന്നത് മുന്നോട്ട് പോകുന്നതും കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മുന്നോട്ട് നടന്നത് സ്വർഗത്തിലെ ഒരു പഴക്കുല എനിക്ക് കാണിക്കപ്പെട്ടു, അതൊന്ന് പറിച്ചെടുക്കാൻ ഞാൻ മുന്നോട്ട് നീങ്ങിയതാണ്. ഞാൻ എങ്ങാനും അത് പറിച്ചിരുന്നുവെങ്കിൽ ദുനിയാവ് തീരുവോളം നിങ്ങൾക്ക് അതിൽ നിന്ന് തിന്നാൻ കഴിയും. അത് തീർന്നു പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ഗൈബാക്കി തന്നെ അവസാനിപ്പിച്ചു, ഗൈബാക്കി തന്നെ വെച്ചു. കാരണം എന്താ? എന്നാലേ മുഅ്മിന്റെ ഈമാന് വിലയുള്ളൂ. മുഅ്മിന്റെ ഈമാനിന് വില അവൻ സ്വർഗം കണ്ടാൽ പിന്നെ ഈമാൻ കാണാതെ അള്ളാഹുവിന്റെ വാക്ക് അത് വിശ്വസിക്കലാണ് യഖീൻ. അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയും. 3 യഖീനാണല്ലോ: ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന കിതാബിലും സുന്നത്തിലും പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം. എന്താണ് നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ റബ്ബ് പറഞ്ഞിരിക്കും.
നമ്മുടെ റബ്ബ് അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നമ്മൾ വിശ്വസിക്കും. ആണ് ഇൽമുൽ യഖീൻ. ഇനി വരാനുള്ളത് ഐനുൽ യഖീനാണ്. എന്ന് പറഞ്ഞാൽ കാണുന്ന രംഗം, പരലോകം ഇതൊക്കെ കാണും. അള്ളാഹു പറഞ്ഞു, വകശഫ്നാ അൻക ഗിതാഅക, നിന്റെ കണ്ണിന്റെ മൂടി നാം നീക്കിക്കളഞ്ഞു. പരലോകത്ത് പറയും, ഫബസറുക യൗമ ഹദീദ്, അതുകൊണ്ട് നിന്റെ കാഴ്ചയ്ക്ക് ഇന്ന് നല്ല മൂർച്ചയുണ്ട്, എല്ലാം വ്യക്തമായി കാണും. മലായിക്കത്തിനെ കാണും, ശൈത്താന്മാരെ കാണും, ഇബ്ലീസിനെ കാണും, സ്വർഗം കാണും, നരകം കാണും, എല്ലാം കാണും. ഐനുൽ യഖീൻ. പിന്നെ അതിലേക്ക് കടക്കുന്നതാണ് ഇമ്മ ഇലൽ ജന്ന ഔ ഇമ്മ ഇലൻ നാർ, സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിക്കൽ. അതിനാണ് ഹഖ്ഖുൽ യഖീൻ എന്ന് പറയുന്നത്. കഴിഞ്ഞു, ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. ഇതിൽ ഇൽമുൽ യഖീൻ, അതിൽ നമ്മൾ എത്തിയാലേ ബാക്കി രണ്ട് നമുക്ക് ഖൈറാവുകയുള്ളൂ. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിഅമ സവാബു വഹസുനത് മുർതഫഖ, എത്ര നല്ല പ്രതിഫലം, എത്ര നല്ല സങ്കേതം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫദ്രിബ് ലഹും مثل الرجلين جعلنا لأحدهما جنتين من عناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാവങ്ങളായ സഹാബത്തിനെ മാറ്റിയാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞല്ലോ. അവരുടെ ഖിബറാണ് അതിന്റെ കാരണം. അവരിൽ പലരും വിചാരിച്ചിരുന്നത് അവർക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുത്ത സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അവരുടെ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു കൊടുത്തതാണെന്ന്, അവരുടെ മേന്മ കൊണ്ട് അള്ളാഹു കൊടുത്തതാണ്. സാധുക്കൾക്ക് അള്ളാഹു കൊടുക്കാത്ത എന്താണ്? അത് അവരുടെ കുറവുകൊണ്ടാണ്. ഇത് കാഫറുകളുടെ മുശ്രിക്കുകളുടെ ചിന്തയാണ്. അഊദു ബില്ലാഹ്, നമുക്ക് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്കത് വന്നേക്കാം. നമുക്ക് നിഅമത്തുകൾ ഉണ്ടായി, അള്ളാഹു എനിക്ക് എന്റെ മേന്മ കൊണ്ട് തന്നതാണ്, മറ്റവന് അള്ളാഹു കൊടുക്കാത്തത് അവനത്ര പോരാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. മുശ്രിക്കുകളുടെ വിചാരമായിരുന്നു. അതുപോലെ അവർ വിചാരിച്ചിരുന്നു പരലോകത്ത് ഇതുപോലെ തന്നെയാണ്. കാരണം അള്ളാഹു എന്റെ മേന്മ കൊണ്ട് എനിക്ക് തന്നതാണ്, അതുകൊണ്ട് ഇതെനിക്ക് പരലോകത്തും അള്ളാഹു തരും എന്നും അവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളായ സഹാബത്തിനെ മാറ്റി നിർത്താൻ അവർ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു അതാ അവരുടെ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വദ്രിബ് ലഹും, ഓ നബിയെ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. മസലൻ, ഒരു ഉദാഹരണം. ഖുർആനിൽ അള്ളാഹുവിന്റെ മിസാൽ, ഉദാഹരണങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. റജുലൈനി, രണ്ടുപേരുടെ ഉദാഹരണം. രണ്ടാളുകൾ ഉണ്ടായിട്ട് മുമ്പ് ജഅൽനാ, നാം ഏർപ്പെടുത്തി, നാം കൊടുത്തു, ലി അഹദിഹിമ, അവരിൽ ഒരുത്തന്, ജന്നതൈനി മിൻ അഅനാബിൻ, ജന്നതൈനി, രണ്ട് തോട്ടങ്ങൾ. ദുനിയാവിൽ രണ്ട് തോട്ടങ്ങൾ നാം അവന് കൊടുത്തു. മിൻ അഅനാബിൻ, എന്തിന്റെ തോട്ടങ്ങളാണ്? ഐനബിന്റെ, മുന്തിരിയുടെ തോട്ടങ്ങൾ. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, നോക്കണം, മുന്തിരിയുടെ രണ്ട് തോട്ടങ്ങൾ. ഹഫഫ്നാഹുമ, എന്നിട്ട് നാം അതിനെ പൊതിഞ്ഞു. അതിന്റെ ചുറ്റുഭാഗത്ത് എന്തുണ്ട്? ഹഫഫ്നാഹുമ, ആ രണ്ട് തോട്ടങ്ങളെ നാം പൊതിഞ്ഞു. ബിനഖ്ലിൻ, ഈത്തപ്പനകൾ കൊണ്ട്. രണ്ട് മുന്തിരി തോട്ടങ്ങൾ, അതിന്റെ ചുറ്റും അതിനൊരു ചുമരുന്ന പോലെ, അതിനെ വേർതിരിക്കാൻ എന്ന പോലെ, മറ്റുള്ള തോട്ടത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ എന്ന പോലെ രണ്ട് ഭാഗത്തും, അതിന്റെ എല്ലാ 4 ഭാഗത്തും ഈത്തപ്പനകൾ. وجعلنا بينهما زرعا, കൂടാതെ അതിനിടയിൽ, ഈ രണ്ട് മുന്തിരി തോട്ടങ്ങൾക്കിടയിൽ നാം ഏർപ്പെടുത്തി കൊടുത്തു സറഅൻ, വേറൊരു കൃഷി. സറഅൻ എന്നാൽ കൃഷി. മാത്രമല്ല അള്ളാഹു പറയുന്നു, കിൽതൽ ജന്നതൈൻ, കിലാഹുമാ, കിൽതാഹുമാ എന്നൊക്കെ പറഞ്ഞ ആ രണ്ട്, കിൽതൽ ജന്നതൈൻ, ആ രണ്ട് തോട്ടങ്ങൾ, ആതത് ഉകുലഹ, ആതത് അത് നൽകി, ഉകുലഹ അതിന്റെ സമം, അതിന്റെ ഫലം. അതുകൊണ്ട് അയാൾക്ക് സ്വത്തുണ്ടായി. അത് കായ്ക്കാത്ത തോട്ടമല്ല, മറിച്ച് കായ്ക്കുന്നതാണ്. വലം തദ്ലിം മിൻഹു ശൈഅ, അതിൽ നിന്ന് ഒന്നുപോലും ദുൽമു ചെയ്തില്ല. ദുൽമു ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നുപോലും കായ്ക്കാതിരുന്നില്ല, കുറഞ്ഞില്ല, മറിച്ച് ഏറ്റവും മുന്തിയ നിലക്ക് അത് കായ്ച്ചിരുന്നു. വലം തദ്ലിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ,
വഫജ്ജർന നാം പൊട്ടി ഒഴുക്കി കൊടുത്തു ഖിലാലഹുമാ അതിനിടയിൽ നഹറൻ ഒരു നദി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്തിരിത്തോട്ടം, അതിന് ചുറ്റും ഈത്തപ്പന, അതിനിടയിൽ മറ്റൊരു കൃഷി, അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന അവിടെയും ഇവിടെയും ആയി ഒഴുകുന്ന ഒരു പുഴയും അള്ളാഹു ഒഴുക്കി കൊടുത്തു. ആലോചിച്ച് നോക്കണം, എത്ര ഭംഗിയുള്ളത് തോട്ടമാണ്. അയാൾക്ക് അതിന്റെ ചെലവ് കൂടിയില്ല, നനക്കാൻ അയാൾക്ക് ചെലവില്ല. അതിനിടയിൽ ഒരു നദി കൂടി ഒഴുകുന്നു. അതിനൊരു സമറുണ്ടായിരുന്നു. സമർ എന്നാൽ ഫലമുണ്ടായിരുന്നു. അവിടെ സമർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾക്ക് ഫലമുണ്ടായി, അതുകൊണ്ട് അയാൾക്ക് സമ്പത്തും ഉണ്ടായി. ഫഖാല അപ്പോൾ അയാൾ പറഞ്ഞു സാഹിബിഹി തന്റെ കൂട്ടുകാരനോട്, وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. അയാൾ പറഞ്ഞു തന്റെ കൂട്ടുകാരനോട് വഹുവ യുഹാവിറുഹു, അവർ രണ്ടുപേരും ഹിവാറിൽ ഏർപ്പെട്ടിരിക്കെ, ഹിവാർ എന്ന സംഭാഷണം സംസാരിച്ചുകൊണ്ടിരിക്കെ അയാൾ പറഞ്ഞു ഞാൻ അക്സറു മിൻക മാൽ, നിന്നെക്കാൾ പൈസ ഉള്ളത്, വഅഅസ്സു നഫറ, പൈസ ഉള്ളവരെന്തുണ്ടാവും, നഫർ കുറെ ഉണ്ടാവും, അങ്ങനെ ആളുകൾ ടീം കുറെ ഉണ്ടാവും. വഅഅസ്സു നഫറ, നിന്നെക്കാൾ ഇസ്സത്തുള്ള നഫർ എന്റെ കയ്യിലുണ്ട്. ദുനിയാവിലെ ഏത് ആളെയും വഞ്ചിച്ച് കളയുന്ന കാര്യം ഇതാണ്. സ്വത്തുണ്ടാവുക, സ്വത്തിന്റെ കൂടെ ആളുകൾ ഉണ്ടാവും. മുത്തനബി എന്ന പേരിൽ ഒരു കവി ഉണ്ട്, അയാൾ പാടിയ ഒരു കവിത കാണാം. അതായത് ലാ മജ്ദുൻ ഫി ദുനിയ ലിമൻ ഖല്ല മാലു വലാ മാലു ഫി ദുനിയ ലിമൻ ഖല്ല മജ്ദു. ദുനിയാവിൽ മാലില്ലാത്തവന് മജിദില്ല, മജിദില്ലാത്തവന് മാലില്ല. മജിദ് പറഞ്ഞാൽ ഉയർച്ച, വലിയ വലിയ ആളാവുക. അത് മാലുള്ളവനാണ് മജിദുള്ള, മജിദുള്ളവനാണ് മാലുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇത് ആളുകളെ വഞ്ചിച്ച് കളയുന്ന കാര്യമാണ്. وكان له ثمر فقال لصاحبه ويحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته ودخل അവൻ പ്രവേശിച്ചു ജന്നതഹു അവന്റെ തോട്ടത്തിൽ വഹുവ അവനാകട്ടെ അവൻ എങ്ങനെയായിരുന്നു ആ സമയത്ത് ളാലിമുൻ ലിനഫ്സിഹി സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവനായിരുന്നു, സ്വന്തത്തോട് അക്രമം ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ വമാ ളലംനാഹും വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. നാം അവരോട് ദുൽമ ചെയ്തിട്ടില്ല, അവരവരോടാണ് ദുൽമ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്കെതിരാണ്, എന്ത് തെറ്റ് ചെയ്താലും നമുക്കെതിരാണ് ചെയ്യുന്നത്. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. അവരോട് തന്നെ അതിക്രമം ചെയ്തു പോയ അടിമകളോട് പറയൂ നബിയെ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവരുത്, തൗബ ചെയ്യും, അള്ളാഹു പുറത്തുവരും. അവരോടാണ് ദുൽമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്ത അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ദീർഘമായ ഹദീസ് ഉണ്ട്. അള്ളാഹു യാ ഇബാദി യാ ഇബാദി എന്ന് വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ്. അതിന്റെ അവസാനത്തിൽ കാണാം, ഖിയാമത്ത് നാളിൽ ചെന്നിട്ട് അള്ളാഹു പറയുകയാണ്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും ثم أوفيكم إياها فمن وجد خيرا فليحمدillah ومن وجد غير ذلك فلا يلومن إلا نفسه. ദീർഘമായ ഹദീസാണ്. അതിന്റെ അവസാനം ഇങ്ങനെ അള്ളാഹു പറഞ്ഞു, യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും നിങ്ങളുടെ അമലൊന്ന് മാത്രമാണ്, അത് നാം എണ്ണിവെക്കും, എന്നിട്ട് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി തരും. പറഞ്ഞല്ലോ, നിങ്ങളുടെ അമലൊന്ന് മാത്രമാണ്. അന്നാരെങ്കിലും ഹൈറാണ് അവന് പ്രതിഫലമായി കിട്ടിയതെങ്കിൽ, അമലിന് ഹൈർ കിട്ടി അഥവാ സ്വർഗം കിട്ടിയ ഫല്യഹ്മദില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അള്ളാഹുന്റെ ഫദ്ലാണ്. നമ്മുടെ അമൽ ഒരിക്കലും സ്വർഗത്തിന് പകരമല്ല, കാരണമാണ്. പകരമല്ല, കാരണം മാത്രം. സ്വർഗത്തിന് പകരം ഒരാൾ മരിക്കുന്ന സുജൂദിൽ കിടന്നാലും അത് സ്വർഗത്തിന് പകരമല്ല, അത്രയും വലുതാണ്. ഫല്യഹ്മദില്ലാഹ്, ഹൈർ കിട്ടിയ അതാണ് സ്തുതിച്ചോ. വമൻ വജദ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതുമാണ് കിട്ടിയതെങ്കിൽ എന്ന് പറഞ്ഞാൽ നരകമാണ് കിട്ടിയതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, സ്വന്തത്തല്ലാതെ അവൻ ആരെയും കുറ്റം പറയണം, അവന്റെ അമലിന്റെ ഫലമാണ്. ഈ ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഈ ഹദീസിന്റെ സനദിൽ എല്ലാവരും ഷാമുകാരായിരുന്നു, ഷാം നാട്ടുകാരാണ്. നമ്മുടെ ഉലമാക്കൾ പറയാറുണ്ട്, ഷാമുകാർക്ക് അഭിമാനിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി, അത്രയും വലിയ ആശയങ്ങൾ അടങ്ങിയ ഹദീസാണ്. എന്നതുപോലെ അള്ളാഹു പറയുന്നു, വഹുവ ളാലിമുൻ ലിനഫ്സിഹി, അവനോട് ദുൽമ ചെയ്യുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ ധിക്കാരിയും കാഫിറുമായിട്ടാണ് അവൻ ആ തോട്ടത്തിൽ കയറി ഇങ്ങനെ തന്റെ സ്വത്തിൽ കയറി അവനിങ്ങനെ അഹങ്കരിക്കാൻ. ഖാല, എന്നിട്ട് അവൻ പറയുന്നു, മാ അദുന്നു, ഞാൻ വിചാരിക്കുന്നില്ല, അൻ തബീദ ഹാദിഹി, എന്നെങ്കിലും ഇത് പോയി പോകുമെന്ന്.
അൻ തബീദ ഹാദിഹി അബദൻ, എന്നെങ്കിലും ഇത് നശിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നു. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. അവൻ ഖിയാമത്തിനെ നിഷേധിക്കുകയാണ്. അവൻ തന്റെ റബ്ബിൽ അവന്റെ ഹവയെ പങ്കുചേർക്കുകയാണ് ഈ വാക്കിലൂടെ. വമാ അദുന്നു, ഞാൻ കരുതുന്നില്ല, വമാ അദുന്നു الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. വമാ അദുന്നു, ഞാൻ കരുതുന്നില്ല الساعة قائمة, സാഅത്ത് ഖായിമത്താകുമെന്ന്, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കും. വലഇൻ റുദിതു ഇലാ റബ്ബി, ഇനി വല്ല കാരണവശാലും അങ്ങനെ ഉണ്ടായാൽ, വലഇൻ റുദിതു, ഞാൻ മടങ്ങിപ്പോയാൽ, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോയാൽ, വലഇൻ റുദിതു ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ ലഅജിദന്ന, ഞാൻ കാണും, അഥവാ എനിക്ക് കിട്ടും, ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും ഖൈർ, മുൻഖലബൻ, പകരം, എനിക്ക് പകരം ഇതിനേക്കാളും ഖൈർ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാഫിറുകളുടെ വിചാരം അതാണ്. ആസ് ബിൻ വാഇൽ എന്നുപേരുള്ള മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട ഒരുവൻ, അവന്റെ അടുത്ത് അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനായിരുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു അവന്റെ വീട്ടിൽ ഒരു ഇരുമ്പിന്റെ ജോലി, വെൽഡിംഗ് ജോലി ചെയ്തു കൊടുത്തു. എന്നിട്ട് കൂലി പിന്നെ തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയി. പിന്നീട് അമ്മാർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം കൂലി ചോദിച്ച ആസ് ബിൻ വാഇലിന്റെ അടുത്തേക്ക് ചെന്നു. ആസ് ബിൻ വാഇൽ വലിയ പണക്കാരനാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്, മകൻ വലിയ സഹാബിയാണ്. അംർ ബിൻ ആസ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് സഹാബിയാണ്. സുപ്പ കാഫിറുകളുടെ നേതാവായിരുന്നു ആസ് ബിൻ വാഇൽ എന്ന് പറയുന്നതാണ്. അപ്പോ അയാൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നീട് കൂലി വാങ്ങാൻ വേണ്ടി പോയപ്പോ മുസ്ലിം ആയെന്ന് കേട്ടു. അപ്പൊ പറഞ്ഞത് പറഞ്ഞു, കൂലി വേണമെങ്കിൽ ഇസ്ലാം ഇങ്ങോട്ടേക്ക് പറഞ്ഞു, കാഫിറാണെന്ന് പറഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മരിച്ച് രണ്ടാമത് അള്ളാഹ് എന്റെ മുന്നിൽ എന്നെ ജീവിപ്പിച്ചു കൊണ്ടുവന്നാലല്ലാതെ ഞാൻ ഇതിലേക്ക് വരൂല എന്ന് പറഞ്ഞു. ഒരിക്കലും വരൂല എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ആസ്മിൻ വായി ചോദിച്ചു, അത് ശരി, അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുമെന്നാണോ പറയുന്നത്? കാരണം കാഫിറുകൾ അവരുടെ നബിമാരുടെ റിസാല അതിൽ നമുക്ക് കാണാം, ഒന്ന് തൗഹീദ്, ഒന്ന് ആഖിറ. ഇതാണ് ജനങ്ങളോട് അവർ പറയുന്നത്. കാരണം എന്താണ്, ജനങ്ങൾ ഇതിലാണ് തെറ്റിയിട്ടുള്ളത്. ഒന്ന് മുശ്രിക്കുകളായിരിക്കും, പിന്നെ ആഖിറത്തിനെ നിഷേധിച്ചു. ആരാണ് ഉരുപ്പിപ്പോയ എല്ലിനെ വീണ്ടും ജീവിപ്പിക്കുക? ഒരുത്തൻ ഒരു ഉണങ്ങിയ എല്ല് കയ്യിൽ പിടിച്ച് ഊതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചതാണ്. കുഫാറുകളുടെ നേതാക്കൾ ഒരുവനായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്നെ രണ്ടാമത് ജീവിപ്പിക്കും, സുമ്മ യഹ്ശുറുക ഫീ ജഹന്നം, പിന്നെ നരകത്തിൽ അള്ളാഹു നിന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അപ്പൊ അവരങ്ങനെ നിഷേധിച്ചു. ആസിബിൻ വായിൽ പറഞ്ഞു, ഓഹോ, രണ്ടാമതും അള്ളാഹു ജീവിപ്പിക്കുമോ? ഞാൻ അവിടെ വെച്ച് തരാം, കൂലി ഞാൻ അവിടെ വെച്ച് തരാം, കാരണം ഞാൻ എന്തായാലും അവിടെയും പണക്കാരനായിരിക്കും, നീ ഇങ്ങനെ വായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിൽ ഒരുപാട് ആയത്തുകൾ ഇവനെ കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن أهدا. അള്ളാഹു പറഞ്ഞു, ഒരുവനെ നീ കണ്ടോ? അവൻ പറയുന്നു, അള്ളാഹു അവൻ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചു. അവൻ പറയുന്നു, എനിക്ക് സമ്പത്തും മക്കളുമൊക്കെ ഖിയാമത്ത് നാളിലും ഉണ്ടാകും. അള്ളാഹു പറഞ്ഞു, ഇല്ല, അവൻ നാളെ പരലോകത്ത് ഒറ്റക്കാണ് നമ്മുടെ അരികിലേക്ക് വരും, നരകമാണെന്ന് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. സൂറത്ത് മറിയമിലെ ആയത്തുകൾ അവനെ കുറിച്ച് അള്ളാഹു ഇറക്കി. അവൻ പറയുന്നു, ഇയാൾ പറയുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോയാലും ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഇതിനേക്കാളും നല്ലത് എനിക്കുണ്ടാവും. അപ്പൊ ഖാല ലഹു സാഹിബുഹു, ഇയാളുടെ കൂട്ടുകാരൻ മുസ്ലിമായിരുന്നു. ഖാല ലഹു സാഹിബുഹു, കൂട്ടുകാരൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, വഹു യുഹാദിറുഹു, സംസാരിച്ചുകൊണ്ടിരിക്കെ, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല ലകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. എന്താണ് അകഫർത, നീ നിഷേധിക്കുകയാണോ, കാഫിറാവുകയാണോ? ആരെക്കുറിച്ച്? ബില്ലദീ ഖലഖക മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നിന്നെ പടച്ച റബ്ബിനെ കുറിച്ച്. ഒന്നുമല്ലാത്ത മണ്ണിൽ നിന്നാണ് അള്ളാഹു നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചിട്ടുള്ളത്, മണ്ണിൽ നിന്ന്. അതുകൊണ്ട് മണ്ണിന്റെ എല്ലാ പ്രത്യേകതയും ആർക്ക് കാണാം? മനുഷ്യന് കാണാം. മണ്ണ് പല നിറത്തിലാണ്, മനുഷ്യന്മാരെങ്ങനെയാണ്? പല നിറത്തിലാണ്.
മണ്ണ് കടുത്തതുണ്ടാവും, പരിക്കനുണ്ടാവും, സോഫ്റ്റ് ആയതുണ്ടാവും. മനുഷ്യനെങ്ങനെയാണ്? മണ്ണിന്റെ പൊതുവായ സ്വഭാവമാണ് പിടിച്ചു വെക്കുക എന്നുള്ളത്. മനുഷ്യന്റെ സ്വഭാവമാണ് പിശുക്ക്. മണ്ണിന്റെ എല്ലാ സവിശേഷതകളും മനുഷ്യരിൽ കാണാമെന്നാണ്. തുറാബിൻ, മണ്ണിൽ നിന്നാണ് അള്ളാഹു നിന്നെ പഠിച്ചത്, അഥവാ നിന്റെ പിതാവ് ആദമിനെ പഠിച്ചത്. സുമ്മ, പിന്നെ മിൻ നുത്ഫത്തിൻ, നുത്ഫയിൽ നിന്നാണ് അള്ളാഹു പഠിച്ചിട്ടത്. നുത്ഫ എന്നാൽ പുരുഷന്റെ ബീജത്തിനാണ് നുത്ഫ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അതായത് കണ്ടാൽ ഉറപ്പ് തോന്നുന്ന ആ നുത്ഫയിൽ നിന്ന് റബ്ബ് നിന്നെ പഠിച്ചു. എന്നിട്ട് ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, അവനതാ വലിയ തർക്കക്കാരനാകും. ഈ നുത്ഫയിൽ നിന്നാണ് അവനെ പഠിച്ചിട്ടുള്ളത്. അവൻ ചോദിക്കുന്നു, ആരാണ് രണ്ടാമതും ജീവിപ്പിക്കുക? وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു. വനസിയ ഖൽഖഹു, അവനെ പഠിച്ചത് അവൻ മറന്നുപോയി. ഈ നുത്ഫയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഓരോരുത്തരും അവന്റെ നിസാരത അവന് ബോധ്യപ്പെടുത്തുന്ന വാക്കാണ്. ഒന്ന് തുറാബിൽ എന്ന പിന്നെ നുത്ഫയിൽ നിന്നാണ് അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് മനുഷ്യന് കിബർ നടിക്കാൻ സാധിക്കുക? മനുഷ്യൻ അങ്ങനെ കിബർ നടിക്കും. കാരണം 2 തവണ അവൻ മജ്റൽ ബൗലിലൂടെ പുറത്തു വന്നാണ്. മജ്റൽ ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രം പുറത്തേക്ക് വരുന്ന വഴിയിലൂടെ 2 തവണ പുറത്തേക്ക് വന്നവനാണ് മനുഷ്യൻ. പിന്നെ എങ്ങനെയാണ് അവന് കിബർ അടിക്കാൻ സാധിക്കുക? ഒന്ന് നുത്ഫ, ഉപ്പാന്റെ മജ്റൽ ബൗലിലൂടെയാണ് അവൻ പുറത്തേക്ക് വന്നത്. 2 അവൻ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മാന്റെ മജ്റൽ ബൗലിലൂടെയാണ് അവൻ പുറത്തേക്ക് വന്നത്. പിന്നെ എങ്ങനെയാണ് അവൻ കിബർ നടിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാ പറയുന്നു. ഈ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ, എന്നിട്ട് സവ്വാക റജുല, അവൻ സവ്വാക നിന്നെ നേരെയാക്കി, റജുലൻ ഒരു പുരുഷനാക്കി. നീ ജനിച്ചപ്പോ ഇങ്ങനല്ല, നീ ജനിച്ചപ്പോ എങ്ങനെയാണ്? അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമുന ശൈആ, ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് റബ്ബിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ ഒന്നും അറിയാത്തവരായിരുന്നു, ഒന്നിനും കഴിവില്ലാത്ത. അള്ളാഹുവാണ് നിങ്ങൾക്ക് സമഉം ബസറും ഖുലൂബും ഒക്കെ തന്നിട്ടുള്ളത്. ഇത് തിരിച്ചു പോകും. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്, നാം ആർക്കാണ് ആയുസ് ഒരുപാട് കൊടുത്ത് നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ പടപ്പ് തല തിരിച്ചു കൊണ്ടുവരും. കുട്ടികളെ പോലെ ആവും വയസ്സായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷ തേടിയിരുന്നു. സൂഇൽ കിബർ, വല്ലാതെ വയസ്സാകുന്ന അവസ്ഥ, വല്ലാതെ പ്രായമേറുന്ന അവസ്ഥ, ഒന്നും എല്ലാത്തിനും പരസഹായം വേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് രക്ഷ തേടിയിരുന്നു. ثم سواك رجلا لكنه الله ربي ولا أشرك بربي أحدا لكنه الله ربي. ഈ സുഹൃത്ത് പറഞ്ഞു, അല്ല, അല്ലാഹു റബ്ബി, അവനാണ്, അല്ലാഹുവാണ് എന്റെ റബ്ബ്. വലാ ഉശ്രികു ബിറബ്ബി അഹദ, എന്റെ റബ്ബിൽ, ആ റബ്ബിൽ ഞാൻ ഒരുവനെയും പങ്കു ചേർക്കുകയില്ല. നീ ചെയ്തതുപോലെ ഞാൻ ചെയ്യുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗല ഇദ് ദഖൽത ജന്നതക, വലൗല നിനക്കായിക്കൂടെ, ഇദ് ദഖൽത ജന്നതക, നിന്റെ തോട്ടത്തിൽ നീ കയറിയപ്പോൾ, ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്ന് നിനക്ക് പറഞ്ഞുകൂടെ? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് അള്ളാഹുവാണ് എനിക്ക് തന്നത് എന്ന് സമ്മതിക്കുന്ന വാക്കാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതാണിത്. ലാ ഖുവത, എനിക്കൊരു ഖുവത്തുമില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹു തന്നതൊഴികെ. ഇൻ തറനി, നീ എന്നെ കാണുകയാണെങ്കിൽ, ഇൻ തറനി അന അഖല്ല മിൻക, നിന്നെക്കാളും കുറവാണ്, മാല വലദ, സമ്പത്തും മക്കളും ഒക്കെ എനിക്ക് കുറവാണ് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, ഈ സ്വയം അഹങ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുക്ക് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. നീ നിന്റെ തോട്ടത്തിൽ കയറിയാൽ എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ആയത്തിൽ നിന്ന് ചില സലഫുകൾ, മുൻഗാമികളായ ചിലർ പറഞ്ഞു, മൻ അഅജബഹു ശൈഉൻ മിൻ ഹാലിഹി ഔ മാലിഹി ഔ വലദിഹി ഫലിയഖുൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആർക്കെങ്കിലും സ്വന്തം സമ്പത്തിലോ സ്വന്തം അവസ്ഥയിലോ ഒരു അജബ് തോന്നിയാൽ അവൻ അങ്ങനെ പറഞ്ഞു, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആനിലെ ഈ ആയത്തിൽ നിന്ന് അവർ തെളിവ് പിടിച്ചത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. മിഅ്റാജിന് പോയപ്പോ, മുള്ളക്ക് പോയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിന്റെ ഉമ്മത്തിന് നീ കൻജും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് കൻജും മിൻ കുനൂസിൽ ജന്ന? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. ഹൗഖല എന്നാണ് അതിന് പറയുന്നത്. ആ വാക്കിന് ചുരുക്കി പറയാം ഹൗഖല. ബിസ്മിക് ബസ്മല,
അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അൽഹംദ്, തഹ്മീദ്, തസ്ബീഹ്, തക്ബീർ എന്നൊക്കെ പറയല്ലോ, തഹ്ലീൽ. ഇതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന് പറയും ഹൗഖല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള സ്വർഗത്തിൽ നിധിയാണ് ആ ദിക്ർ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയാൻ വേണ്ടി പറഞ്ഞയച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് ഒരാൾക്ക് സ്വന്തം നഫ്സിലോ സ്വന്തം മക്കളിലോ എന്തെങ്കിലും ഒരു അജബ്, നല്ല സന്തോഷം തോന്നുകയാണെങ്കിൽ അങ്ങനെ പറയൽ ഖൈറാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് പ്രകാരം. എന്നാൽ നമ്മള് മറ്റുള്ളവർക്ക് നമ്മളെന്തെങ്കിലും കണ്ട് നമുക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ, ആ കണ്ട വസ്തുവിന് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ മാഷാ അല്ലാഹ് എന്നത് മാത്രം പോരാ. മാഷാ അല്ലാഹ് എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. സുബ്ഹാനക്കല്ലാഹു ഫീക് എന്ന് പറയേണ്ടതാണ്. അതാണ് ബർക്കത്തിന് കൊണ്ടുള്ള ദുആ. അത് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾക്ക് വല്ലതും ഖൈറായത് നിങ്ങളുടെ സഹോദരനിൽ കണ്ടാൽ എന്തു പറയാം, അവന് ബർക്കത്തിന് കൊണ്ട് ദുആ ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാഷാ അല്ലാഹ് പറഞ്ഞ് നിർത്തരുത്. ബാറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നുകൂടി പറയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ അള്ളാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹൗലുമില്ല ഖുവത്തുമില്ല ഇല്ലാ ബില്ലാഹ്, അള്ളാഹ് തന്നതല്ല. ഹൗൽ എന്നാൽ എന്തെങ്കിലും അങ്ങോട്ട് നീക്കാനുള്ള കഴിവ്, ഖുവ എന്നാൽ ശക്തി. ഒരു ഖൈർ ചെയ്യാനോ ഒരു ഖൈർ കൊണ്ടുവരാനോ, ഒരു ഖൈർ കൊണ്ടുവരാനുള്ള ഖുവ, അല്ലെങ്കിൽ ഒരു ഷർറ് നീക്കാനുള്ള ഹൗൽ, ഇത് രണ്ടും എനിക്കില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹു തന്നതല്ല. അള്ളാഹുവിൽ തവക്കുലാക്കുന്ന വാക്കാണിത്. അത് നിനക്ക് പറഞ്ഞുകൂടെ? നിന്നെക്കാളും സമ്പത്തും മക്കളും ഒക്കെ കുറവായിട്ടാണ് നീ എന്നെ കാണുന്നതെങ്കിൽ നീ കിബർ നടിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിന് നീ ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടുകാരുടെ ഉദാഹരണം പറയുകയാണ്. അവരിൽ ഒരാൾക്ക് അള്ളാഹു ഭംഗിയുള്ള രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ കൊടുത്തു. അതിന്റെ ചുറ്റും ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ വേറെ കൃഷിയുണ്ടായി. അതിനിടയിലൂടെ അള്ളാഹു ഒരു നഹർ, ഒരു നദി ഒഴുക്കി. പക്ഷെ ഇയാൾ അതിന് ശുക്ർ കാണിച്ചില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ഇതിനേക്കാളും ഖൈറായത് അള്ളാഹു എനിക്ക് അവിടെ തരും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മുസ്ലിമായിരുന്ന ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, قال له صاحبه وهو يحاوره كفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. നിന്നെ മണ്ണിൽ നിന്ന് പിന്നീട് പിതാവിന്റെ നുത്ഫ ബീജത്തിൽ നിന്ന് എന്നിട്ട് നിന്നെ ഒരു പുരുഷനാക്കി വളർത്തിയെടുത്ത റബ്ബിനെ നീ നിഷേധിക്കുകയാണോ? ലക്കിന്നഹു അല്ലാഹു റബ്ബി, പക്ഷെ അവനാണ് എന്റെ റബ്ബായ അല്ലാഹു. വലാ ഉശ്രികു ബിറബ്ബി അഹദ, എന്റെ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല, നിന്നെപ്പോലെ ഞാൻ ചെയ്യുകയില്ല. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. നിനക്ക് നിന്നെക്കാളും സമ്പത്തും മക്കളും ഒക്കെ കുറഞ്ഞ ആളായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ നീ അള്ളാഹുവിന് ശുക്ർ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. എന്റെ തോട്ടത്തിൽ കയറിയാൽ നിനക്ക് മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ, അത് അള്ളാഹുവിലേക്ക് ഈ നിഅമത്തുകളെല്ലാം അവന്റേതാണ് എന്ന് പറയുന്ന വാക്കാണ് മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എനിക്കൊരു ഖുവത്തുമില്ല അള്ളാഹു തന്നതല്ല എന്ന് പറഞ്ഞുകൂടെ? കാരണം ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا ويصبح ماؤها غورا فلن تستطيع له طلبا. فعسى ربي, എന്റെ റബ്ബ് ചെയ്തേക്കാം, അൻ യുഅ്തിയനി, എനിക്ക് അവൻ നൽകിയേക്കാം, ഖൈറൻ മിൻ ജന്നതി, നിന്റെ തോട്ടത്തെക്കാളും നല്ലത് റബ്ബ് എനിക്ക് തന്നേക്കാം. മാത്രമല്ല വയുർസില അലൈഹ, അതിന് നേരെ അവൻ അയച്ചേക്കാം, അഥവാ നിന്റെ തോട്ടത്തിന് നേരെ റബ്ബ് അയച്ചേക്കാം. ഹുസ്ബാനം മിനസ് സമാ, ഹുസ്ബാനം മിനസ് സമാ, ഹുസ്ബാനം മിനസ് സമാ എന്നാൽ അദാബം മിനസ് സമാ, ആകാശത്ത് നിന്നുള്ള ഒരു അദാബ്, അഥവാ കൃഷി ഒന്നാകെ നശിപ്പിക്കുന്ന മഴയുടെ രൂപത്തിലുള്ള അദാബ്, അതാണ് ഹുസ്ബാനം മിനസ് സമാ. ഫതുസ്ബിഹ, അങ്ങനെ റബ്ബ് അയച്ചാൽ എന്താവും? ഫതുസ്ബിഹ, ആ തോട്ടമായിത്തീരും സഈദൻ സലഖ. സഈദ് എന്നാൽ ഒരു ഭൂമി, ഒന്നുമില്ലാത്ത ഭൂമി, ഒരു
ചെടിയോ സസ്യമോ ഒന്നുമില്ലാത്ത ഭൂമി. ജലഖൻ, ജലഖൻ എന്നാൽ കാല് വെച്ചാൽ കാല് നിൽക്കാത്ത ചെളി, ഒന്നിനും കൊള്ളാത്ത ചെളിയായ ഭൂമിയാക്കി നിന്റെ ഈ ഭംഗിയുള്ള തോട്ടത്തെ മാറ്റാൻ എനിക്ക് അതിനേക്കാൾ ഹൈറായിട്ട് തരാൻ കഴിവുള്ളവനാണ് റബ്ബ്. അത് നീ മറന്നു പോകരുത്. ഔ അല്ലെങ്കിൽ യുസ്ബിഹ, അവനാക്കിയേക്കും മാഉഹ, അതിലെ വെള്ളം, ആ തോട്ടത്തിലെ വെള്ളം ഗൗറൻ. ഗൗറൻ എന്നാൽ താഴേക്ക് പോയ വെള്ളം, മുകളിലേക്ക് വരാം. മാഉൻ നാബിഅ എന്നാൽ ഭൂമിയിൽ മുകളിലേക്ക് വരുന്ന വെള്ളം. മാഉൻ ഗൗർ എന്നാൽ ഭൂമിയിൽ താഴേക്ക് പോകുന്ന വെള്ളം. കിട്ടൂല, വറ്റിപ്പോകും, താഴേക്ക് പോകും. ആണ് സൂറത്തു അൽ മുൽക്കിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു ചോദിച്ചത് എന്ത്? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വെള്ളം അല്ലാഹു വറ്റിച്ചു കളഞ്ഞാൽ ആരുണ്ട് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്നു തരാൻ? ആരുമില്ല, അല്ലാഹു മാത്രമാണ്. فرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. ഈ മേഘത്തിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ആൻതും അഫറഅയ്തും الماء الذي تشربون, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന് അത് താഴേക്ക് ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുവെള്ളമാക്കിയ. ഫലൗല തഷ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങളെന്താണ് നന്ദി കാണിക്കാത്തത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ സുഹൃത്ത് ഇയാളോട് പറഞ്ഞു, നിന്റെ വെള്ളം അള്ളാഹു വറ്റിച്ചു കളഞ്ഞേക്കാം. ഫലൻ തസ്തതിഅ ലഹു തലബ, പിന്നെ അതൊരാവശ്യത്തിന് നിനക്ക് കിട്ടുകയില്ല. അങ്ങനെ ആക്കാൻ റബ്ബ് കഴിവുള്ളവനാണ്, അത് നീ മറന്നുപോകരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ ഈ സുഹൃത്തിനെ ഇദ്ദേഹം പ്രേരിപ്പിക്കുകയാണ്. റബ്ബ് നിഅമത്ത് എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. اللهم إني أعوذ بك من زوال نعمتك, നിന്റെ നിഅമത്ത് പോയി പോകുന്നതിൽ നിന്ന് وتحول عافيتك, നീ തന്ന ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് وفجاءة نقمتك, നിന്റെ നിഖ്മ, നിഅമത്തിന്റെ വിപരീതമാണ് നിഖ്മ, നീ തരുന്ന ശിക്ഷകൾ, അത് പെട്ടെന്ന് വരുന്ന ശിക്ഷകളിൽ. വജമീഇ സഖതിക്, നിന്റെ എല്ലാ കോപത്തിലും. നിഅമത്തുകൾ ആസ്വദിക്കുന്ന പല മനുഷ്യന്മാർക്കും ഓർമ്മയില്ലാത്തതുപോലെ അപ്പു വിചാരിച്ചത് എടുത്തു കളയാൻ അവന് കഴിയും എന്ന് ഓർമ്മയില്ലാത്തതുപോലെയാണ് പലരും ദുനിയാവ് ആസ്വദിക്കുന്നത്. അവരുടെ ചിരിയും അവരുടെ കളിയും ഒക്കെ കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അള്ളാഹുക്ക് ശുക്ർ ചെയ്യുന്ന ഒരു വാക്ക് അവരുടെ നാവിൽ നിന്ന് കേൾക്കുന്നില്ല. മറിച്ച് നിഅമത്ത്, അള്ളാഹു തന്ന നിഅമത്ത് അവൻ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ്. ദുനിയാവിൽ തന്നെ ആജില ശിക്ഷ തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അത് നമ്മളെ സൂചിപ്പിക്കുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവമാണ്. വഞ്ചിതരായി പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മആസിഹി മാ യുഹിബ്ബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. നീ ഒരുവനെ കണ്ടാൽ എന്താണ്, അവൻ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, റബ്ബാകട്ടെ അവന് നിഅമത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ദുനിയാവിൽ അവൻ സുഖിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ റബ്ബ് തന്ന നിഅമത്തൊക്കെ റബ്ബിനെതിരായിട്ടാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിലാണ് അവൻ ഉപയോഗിക്കുന്നത്. പക്ഷെ നിഅമത്താകട്ടെ കൂടിക്കൂടി വരികയും ചെയ്യുന്നു. അങ്ങനെ നീ കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, നീ മനസ്സിലാക്കുക അത് ഇസ്തിദ്റാജാണ്. വളരെ അപകടം പിടിച്ചൊരു രൂപമാണ് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ. റബ്ബ് ഇങ്ങനെ നീട്ടി നീട്ടി സമയം കൊടുക്കും, പെട്ടെന്ന് പിടുത്തം, റബ്ബിന്റെ പിടുത്തം പെട്ടെന്നുണ്ടാവും. അപ്പൊ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം ഹസിബ, കാഫിറുകൾ അവർ വിചാരിച്ചിരിക്കുകയാണോ, കാഫിറുകൾ അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇത്മാ. കാഫിറുകൾ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ നുംലി ലഹും, നാം അവർക്ക് സമയം നീട്ടി കൊടുക്കുന്നത്, ഖൈറുൻ ലിഅൻഫുസിഹിം അവർക്ക് ഖൈറാണ്, ഇന്നമാ നുംലി ലഹും നാം അവർക്ക് നീട്ടി കൊടുക്കുന്നത് ലിയസ്ദാദു ഇത്മാ പാപങ്ങൾ കൂടാൻ വേണ്ടിയാണ് അവർക്ക്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു ഒരുവനെ കൈവിട്ടു, അവൻ ദലാലത്തിലായി മരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, ആരുണ്ട് അവന് ഹിദായത്ത് കൊടുക്കാൻ? തെറ്റുകളിൽ മുഴുകുന്ന ആളുകൾ ഇത് പേടിക്കണം. റബ്ബൻ ഒഴിവാക്കിയിട്ടുണ്ടോ? റബ്ബൻക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് നമ്മൾ പേടിക്കണം. റബ്ബിനോട് ഹിദായത്തിന് എപ്പോഴും ദുആ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ നീ എനിക്ക് ഹുദാ നൽകണം, തുഖാ തഖ്വ നൽകണം, വൽ അഫാഫ് ലൈംഗിക വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി ഇത് രണ്ടും നൽകണം, വൽ ഗിനാ ഐശ്വര്യം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത്. ഈ സുഹൃത്ത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. وأحيط എന്നാൽ ബാധിച്ചു, വലയം ചുറ്റുഭാഗത്തു നിന്നും പിടികൂടി. ബിസമരിഹി അവന്റെ സമറിന്, അവന്റെ ഫലം, അവന്റെ കൃഷിസ്ഥലത്തെ ഫലങ്ങളുണ്ടല്ലോ അതിനെ പിടികൂടി. എന്ത് പിടികൂടി? നേരത്തെ ഈ സുഹൃത്ത് താക്കീത് ചെയ്തു, ഹുസ്ബാനും മനസ്സിൽ ആകാശത്ത് നിന്നുള്ള റബ്ബിന്റെ അദാബ് പിടികൂടി. ഫാസ്ബഹ അതാ രാവിലെ ആയപ്പോഴേക്കും അവനായി തീർന്നു. യുഖല്ലിബു കഫൈ, കല്ല പറഞ്ഞ മാറ്റിക്കൊണ്ടിരിക്കും, മാറ്റി പറയും കഫൈ അവന്റെ ഇരു കൈകൾ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നിനക്ക്? യുഖല്ലിബു കഫൈ അലാ മാ അൻഫഖ ഫീഹ, അവൻ എന്തൊക്കെ അതിന്റെ മുകളിൽ ചെലവഴിച്ചിട്ടുണ്ടോ അതൊക്കെ നശിച്ചത് കാരണത്താൽ. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അവന്റെ കൃഷിയാകട്ടെ ഖാവിയ വീണിട്ടുണ്ട്. അലാ ഉറൂഷിഹ അതിന്റെ അർശിൽ, അതിന്റെ അർശെന്നാൽ അതിന്റെ തടികളുണ്ടല്ലോ, അടിഭാഗത്തുള്ള അതിന്റെ തടി, കൃഷിയുടെ അടിഭാഗത്തുള്ള തടി, അതിന്റെ മുകളിൽ അത് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ആദ്യം പറഞ്ഞു ഒന്നവന്റെ പഴങ്ങൾ നശിച്ചു, അതിന്റെ ഫലങ്ങൾ നശിച്ചു. ഫലങ്ങൾ നശിച്ചിട്ട് ചെടിയോടെ ബാക്കിയുണ്ടെങ്കിൽ ഇനിയും ആകും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും, അതുമില്ല. ചെടികളും വീണിരിക്കുന്നു. അല ഉറൂഷിഹ അതിന്റെ അടിഭാഗം അഥവാ അതിന്റെ വേരടക്കം അല്ലെങ്കിൽ അടിഭാഗം അടക്കം അത് പൊട്ടി വീണിരിക്കുന്നു, മൂക്കുകുത്തി വീണിരിക്കുന്നു. വയഖൂലു അവനതാ പറയുന്നു, യാ ലൈതനി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലം ഉശ്രിക് ബിറബ്ബി അഹദ എന്റെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കാത്തവനായി, റബ്ബിന്റെ നിഅമത്തിന് ശുക്ർ കാണിക്കുന്നവനായി, ഖിയാമത്തിനെ നിഷേധിക്കാത്തവനായി ഞാൻ മാറിയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു പറയുന്നു, വലം തകുൻ ലഹു ഫിഅതു യൻസുറുനഹു മിൻ ദൂനില്ലാഹ്. വലം തകുൻ ലഹു അവനുണ്ടായില്ല, ഫിഅത്തുൻ എന്നാൽ ഒരു സൈന്യം, ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ. പണക്കാരന് അവന് കുറെ ആളുകൾ ഉണ്ടാവും എന്നതിൽ സംശയം. പക്ഷേ റബ്ബിന്റെ അദാബ് വന്നപ്പോൾ അവനെ സഹായിക്കാൻ ആർക്ക് സാധിക്കും? വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു അവനെ സഹായിക്കുന്ന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ അവനെ സഹായിക്കുന്ന ഒരാളും ആ സമയത്ത് ഉണ്ടായില്ല. വമാ കാന മുൻതസിറ വമാ കാന അവനായതുമില്ല മുൻതസിറ. മുൻതസിർ എന്നാൽ സ്വയം വിജയിക്കുന്നവൻ. ഒരാളുടെയും സഹായമില്ലാതെ സ്വന്തം വിജയിച്ചാൽ മുൻതസിർ എന്ന് പറയും, വിജയി. സ്വയം റബ്ബിന്റെ സഹായം അവന് കിട്ടി. ആരുടെയും സഹായമില്ലാതെ സ്വയം അവനായില്ല, വേറെ ആളുകളുടെ സഹായവും അവന് കിട്ടിയില്ല. ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബാ. ഹുനാലിക അവിടെയാണ് അൽ വലായതു ലില്ലാഹിൽ ഹഖ്. ഇവിടെ രണ്ട് ഖിറാഅത്തുണ്ട്, ഒന്ന് അൽ വിലായ എന്നും ഒന്ന് അൽ വലായ. രണ്ട് ഖിറാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് ഖുർആനിൽ വേറെ വേറെ ഖിറാഅത്തുകൾ വന്നിട്ടുണ്ടല്ലോ. മാലിക് യൗമിദ്ദീൻ എന്നത് മലിക് യൗമിദ്ദീൻ എന്ന് വന്നതുപോലെ ഹുനാലിക്കൽ വലായതു ലില്ലാഹിൽ ഹഖ് എന്നും ഖിറാഅത്തുണ്ട്. അതാണ് നമ്മുടെ കേരള മുസാഫിലുള്ളത്. അതുപോലെ ഹുനാലിക്കൽ വിലായതു ലില്ലാഹിൽ ഹഖ് എന്നുമുണ്ട്. വിലായ എന്നാൽ അതിന്റെ അർത്ഥം അധികാരം, ഒരാൾ വലിയാവുക, പക്ഷെ ഏതർത്ഥത്തിൽ വാലിയാവുക. വാലി എന്നാൽ ഒരു നാട്ടിലെ ഗവർണർക്ക് പറയും, ഭരണാധികാരിക്ക് പറയും വാലി. അതെന്താണ്? വിലായത്താണ് അയാൾക്ക്. വലായത്ത് എന്നാൽ അള്ളാഹുമായുള്ള ബന്ധം, വലിയാവുക. ഔലിയാക്കൾക്ക് എന്തെന്നാ പറയാ? വലായ. വിലായത്താണ് വലായത്തുള്ള ആൾക്കാണ് വലി ഔലിയ എന്ന് പറയും. വിലായത്താണ്.
ഇവിടെ രണ്ടും ഖിറാഅത്തുണ്ട്, രണ്ടും ആശയം ശരിയാണ്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, അവിടെയാണ് അള്ളാഹുവിനാണ് അവിടെ വിലായത്ത്, റബ്ബിന് മാത്രമാണ് അവിടെ വിലായത്ത്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ ആർക്ക് മാത്രമാണ് അവിടെ അധികാരമുള്ളത്? എല്ലാ സന്ദർഭങ്ങളും റബ്ബിന് മാത്രമാണ് അധികാരമുള്ളത്. പ്രത്യേകിച്ച് ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ ഇറങ്ങിയാൽ അവിടെ വേറൊരാൾക്ക് യാതൊരു ഇടപെടലും ഒരാൾക്കും സാധിക്കില്ല. നിഅമത്തും അങ്ങനെ തന്നെയാണ്. നിഅമ നമുക്ക് വമാ ബികും മിൻ നിഅമതി ഫമിൻ അല്ലാഹ്, അല്ലാഹു പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ ഏത് നിഅമത്തും റബ്ബിൽ നിന്നാണ്. ഇപ്പൊ തൽബിയത്തിൽ പറയുന്നുണ്ട് ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക്ക്, റബ്ബെ നിഅമത്തെല്ലാം നിന്റേതാണ്, നമുക്ക് കിട്ടിയ എല്ലാ നിഅമത്തും റബ്ബിൽ നിന്നാണ്. എത്രത്തോളം? ഒരു പടപ്പ് വഴിയാണ് കിട്ടിയതെങ്കിലും ഒരാളിനെ നമ്മൾ സഹായിച്ചു. യഥാർത്ഥത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്തതുകൊണ്ടാണ്. അള്ളാഹുവാണ് കൽബുകളുടെ റബ്ബ്, അള്ളാഹുവാണ്. അള്ളാഹു അവന്റെ കൽബിൽ തോന്നിപ്പിച്ചുകൊണ്ടാണ് അവൻ നമ്മെ സഹായിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ നിഅമത്തെല്ലാം റബ്ബിങ്കൽ നിന്നാണ്. അത് പടപ്പ് വഴിയും കിട്ടിയതാണെങ്കിൽ. ചില നിഅമത്താകട്ടെ പടപ്പുകൾക്ക് യാതൊരു കൈയുണ്ടാവില്ല. ഏതുപോലെ? മഴ പോലെ, ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് പെയ്യുന്ന മഴ പോലെ. ഇതാ ഈ അദാബ്, ഇതുപോലുള്ള അദാബ് പടപ്പുകൾക്ക് യാതൊരു കൈകടത്തിലും അവിടെ ഇല്ല. ഹുനാലിക്കൽ വിലായത്തു ലില്ലാഹിൽ ഹഖ്, അള്ളാഹുവിന് മാത്രമാണ് അവിടെ അൽ വിലായ. അതുപോലെ ഹുനാലിക്കൽ വലായത്തു ലില്ലാഹ്, അതുപോലുള്ള സന്ദർഭങ്ങളിൽ റബ്ബിനോട് മാത്രമാണ് വലായ. കാരണം കാഫിറും മുഅ്മിനും എല്ലാവരുമാകട്ടെ ചില ശിക്ഷകൾ വരുമ്പോ അവൻ പിന്നെ പടപ്പുകളൊക്കെ കൈവിടും. റബ്ബിനോട് അവൻ അങ്ങനെ നല്ല ബന്ധമുള്ളവനായിരിക്കും, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഫലമ്മാ റഅൂ ബഅസനാ ഖാലൂ ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രികീൻ. അവരുടെ നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ അവർ പറഞ്ഞു അള്ളാഹ്ക്ക് പുറമെയുള്ളതിനൊക്കെ നമ്മൾ നിഷേധിച്ചിരിക്കുന്നു, റബ്ബ് മാത്രമാണ്, അവനിൽ മാത്രം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. ഫിറഔൻ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ എന്ത് പറഞ്ഞു? حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയപ്പോ പറഞ്ഞതാണ്. ആ വാക്കുകൊണ്ട് പ്രയോജനമില്ല. അള്ളാഹു റൂഹ് തൊണ്ടക്കുഴിയിൽ വരെ മാത്രമേ തൗബ സ്വീകരിക്കൂ. ഇന്നല്ലാഹ യഖ്ബൽ തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അള്ളാഹു തൗബ സ്വീകരിക്കും, പിന്നെ സ്വീകരിക്കൂ. റൂഹ് അവിടെ എത്തിയാൽ പിന്നെ അവൻ മൗത്തിന്റെ മലക്കുൽ മൗത്തിനെ അവൻ കാണും. ആ സമയത്തുള്ള ഈമാൻ അള്ളാഹു സ്വീകരിക്കും, ആ സമയത്തുള്ള തൗബ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ ഇതുപോലുള്ള അദാബ് വന്നാൽ അവർ ബാക്കിയുള്ള ഇലാഹുകളൊക്കെ ഒഴിവാക്കും, റബ്ബിനോട് മാത്രമായിരിക്കും ബന്ധം. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹി, അവിടെ വലായ ബന്ധം റബ്ബിനോട് മാത്രം. അൽ ഹഖ്, അള്ളാഹുവിന്റെ ഒരു പേരാണ് അൽ ഹഖ്, അവൻ ഹക്കായുള്ളവരാണ്. അവന്റെ അസ്മാഉം സിഫത്തുമെല്ലാം ഹഖാണ്, അവന്റെ വാഗ്ദാനം ഹഖാണ്, അവന്റെ പേരാണ് അൽ ഹഖ്, അൽ ഹഖുൽ മുബീൻ, അള്ളാഹുവിന്റെ പേരാണ് അൽ ഹഖ്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, ഹഖായ റബ്ബിന് മാത്രമാകുന്ന അവിടെ ബന്ധം. ഹുവ ഖൈറുൻ സവാബ, അവൻ ഏറ്റവും നന്നായി സവാബ് നൽകുന്നവനാകുന്നു. റബ്ബിനെ പോലെ പ്രതിഫലം തരാൻ ആരുണ്ട്? തികച്ചു തരും, ഒന്നും കുറഞ്ഞു പോകില്ല. ഫദ്ലൻ, അധികമായി റബ്ബ് തരും. വഖൈറു സവാബ, ഏറ്റവും നന്നായി പ്രതിഫലം നൽകുന്നവനാണ് റബ്ബ്. വഖൈറുൻ ഉഖ്ബ, നല്ല ഉഖ്ബ നൽകുന്നവനാണ് അവൻ. ഉഖ്ബ എന്നാൽ അവസാനം, അന്ത്യം നന്നാക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. ഇബ്നു കസീർ പറഞ്ഞു അൽ അഅമാലു അല്ലതി തകൂനു ലില്ലാഹി അസ്സ വജല്ല സവാബുഹാ ഖൈർ. റബ്ബിനു വേണ്ടി മാത്രമായ അമൽ, അതിന്റെ പ്രതിഫലം ഖൈറാണ്. വആഖിബതുഹാ ഹമീദത്തുൻ റശീദ, അതിന്റെ അവസാനം, അതിന്റെ അന്ത്യവും ഖൈറായിരിക്കും. കുല്ലുഹ ഖൈർ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ള അമൽ, അതിന്റെ പ്രത്യേകത എന്താ? അത് മുഴുവൻ ഖൈറാണ്. അതിന്റെ തുടക്കവും അതിന്റെ അവസാനവും എല്ലാം ഖൈറാണ്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖ്ബ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു അദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. واضرب لهم, ونبي അവർക്ക് ഉദാഹരണം വിവരിച്ചു കൊടുക്കൂ. مثل الحياة الدنيا, എന്തിന്റെ ഉദാഹരണമാണ്? അൽ ഹയാത്ത് ദുനിയ, ഈ ദുനിയാവിന്റെ ഉദാഹരണം. കമാഇൻ അൻസൽനാഹു മിനസ് സമാ, അതേതുപോലെയാണ്. കമാഇൻ, ഒരു മാ പോലെ. അൻസൽനാഹു മിനസ് സമാ,
മുകളിൽ നിന്ന് നാം അത് താഴേക്കിറക്കി. മുകളിൽ നിന്ന് നാം താഴേക്കിറക്കിയ മഴ പോലെയാണ്. ഫഖ്തലത ബിഹി, ഫഖ്തലത അത് മുഖേന പരസ്പരം കൂടിക്കലർന്നു. നബാത്തുൽ അർദ് ഭൂമിയിലെ നബാത്ത് സസ്യങ്ങൾ, ചെടികൾ. ഫഅസ്ബഹ പിന്നീട് അതുണ്ടായി ഹശീമൻ, ഫഅസ്ബഹ ഹശീമൻ പിന്നീട് അത് ഉണങ്ങിയതായി മാറി. തദ്റുഹു റിയാഹ് കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഉണങ്ങിയതായി മാറി പിന്നീട്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുഖ്തദിറാണ്, കഴിവുള്ളവനാണ്. അല്ലാഹു ഈ ആയത്തിലെന്ന പോലെ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ദുനിയാവിനെ ഈ മുകളിൽ നിന്നൊരു മഴ പെയ്യുക, എന്നിട്ട് ചെടികൾ അത് നല്ല ഭംഗിയുള്ളതാവുക, പിന്നീട് അത് ഉണങ്ങി നശിച്ചു പോകും എന്നതിനോട് ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുണ്ട്. അദ്ദുനിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു കാര്യം ധന എന്നാൽ അത് താഴേക്ക് പോയി എന്നാണ് എന്റെ അർത്ഥം, നിസാരമായി എന്നാണ്. ദുനിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വളരെ നിസാരമായത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ രണ്ട് ചുമലുകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബൻ ഔ ആബിർ സബീൽ, നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെയാവുക, ഒരു അപരിചിതനെ പോലെ, ഔ ആബിർ സബീൽ അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ. കാരണം നമ്മുടെ മൻസിൽ അതിതല്ല, യഥാർത്ഥ മൻസിൽ ഇതല്ല. وكم منزل في الأرض يألفه الفتى وحنينه أبدا لأول منزله. ഒരു കവി പാടിയിട്ടുണ്ട്, എത്ര എത്ര സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ, യഅ്ലഫുൽ ഫത, ഒരു മനുഷ്യൻ അവിടത്തേക്ക് തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കളിച്ച് നടന്ന പല സ്ഥലങ്ങൾ, നല്ല നല്ല കൂട്ടുകാരുമായി ചെലവഴിച്ച സ്ഥലങ്ങൾ, ഇതുപോലെ മനുഷ്യന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവൻ തിരിച്ചു അവിടേക്ക് പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ. ഹനീനുഹു അബദൻ ലിഅവ്വലി മൻസിൽ, എന്നാൽ അവന്റെ യഥാർത്ഥ ആഗ്രഹം അവൻ ഉണ്ടാവേണ്ടത് എവിടെയാണ്? അവ്വലു മൻസിൽ. അവ്വലു മൻസിൽ അതെവിടെയാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എവിടെയാണോ അള്ളാഹു ആദ്യമാക്കിയിട്ടുള്ളത് അതായിരിക്കണം മനുഷ്യന്റെ ഹനീൻ. അവൻ ഏറ്റവും താല്പര്യം അവിടെ പോകാനാണ് അവൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ ഫിദ്ദുനിയ കഅന്നക ഗരീബ വആബിർ സബീൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടതിന് ശേഷം ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ അൽമസാ വഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്. പകലായാൽ നീ വൈകുന്നേരം കാത്തിരിക്കരുത്, വൈകുന്നേരമായാൽ നീ പകലിനെ കാത്തിരിക്കരുത്, മറിച്ച് നീ നിന്റെ ആഹാരത്തിന് വേണ്ടിയുള്ളത് വേഗം ചെയ്തു കൊടുക്കുക. കാരണം ഖൈറിന് തഅജീൽ കാണിക്കുക, വേഗം വേഗമാക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഇത് എപ്പോൾ തീർന്നു പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ദുനിയ അതിന്റെ പ്രത്യേകത കമാഇൻ അൻസൽനാഹു മിനസ് സമാ, അല്ലാഹു മുകളിൽ നിന്ന് ഇറക്കിയ വെള്ളം പോലെ, അഖ്തലത ബിഹി നബാത്തുൽ അർദ്, അതുകൊണ്ട് ചെടികൾ കൂടിക്കലർന്ന നല്ല ഭംഗിയുള്ളതായി. ഏതുപോലെ അല്ലാഹു സൂറത്ത് യൂനുസിൽ പറഞ്ഞു ഇതേപോലെ, ഇന്നമ മസലുൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാത്തുൽ അർദ് മിമ്മാ യഅകുലു الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا. ഭൂമി ഈ അള്ളാഹു വെള്ളമറിക്കിയത് കാരണത്താൽ നല്ല ഭംഗിയുള്ളതായി, ചെടികളും പഴങ്ങളുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദിഹി ദുനിയ ഖദിറത്തുൻ ഹുൽവ, ഇന്ന ഹാദിഹി ദുനിയ ഖദിറത്തുൻ ഹുൽവ. ദുനിയാവിന്റെ പ്രത്യേകതയാണ് ഒന്ന്, അത് ഖദിറത്തുൻ നല്ല പച്ചയാണ്, ഹുൽവത്തുൻ മധുരമുള്ളത്. കണ്ടാലും അത് മോഹിപ്പിക്കും, ആസ്വദിക്കുന്ന നിലക്കും അത് മോഹിപ്പിക്കുന്നതാണ്. അതാണ് ദുനിയാവിന്റെ പ്രത്യേകത. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഇന്നഹാദിഹിൽ മാൽ, റസൂലുള്ളാഹി സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നഹാദിഹിൽ മാൽ ഇന്നഹാദൽ മാൽ ഖദറത്തുൽ ഹുൽ, സമ്പത്ത് എന്നാൽ അങ്ങനെ, അത് തന്നെയാണ് ദുനിയാവ്. അതുകൊണ്ട് ആരെങ്കിലും നിനക്കത് കൊണ്ടുവന്ന് തന്നാൽ നീ വാങ്ങിക്കൊടും, പക്ഷെ നീ ആളുകളോട് ചോദിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദുനിയാവാകട്ടെ അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താവും? ഉണങ്ങിയതായി മാറും. فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും
കഴിവുള്ളവനാണ്. ദുനിയാവിൽ തന്നെ ആളുകൾ അവർക്ക് ദുനിയാവ് വേണ്ടാത്ത അവസ്ഥ ഉണ്ടാകുന്ന എത്ര എത്ര ആളുകൾ. ദുനിയാവിലാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് ദുനിയാവിലെല്ലാം സൗകര്യമുണ്ട്, പക്ഷെ അവർക്ക് ദുനിയാവിനോടൊരു താല്പര്യവുമില്ലാത്തവണ്ണം ആകുന്ന എത്ര അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ الغنى عن كثرة العرض ولكن الغنى غنى النفس. غنى ഐശ്വര്യം എന്നത് അത് കസറത്തുൽ അറദ്, കുറെ അറദ് വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല. ولكن الغنى غنى النفس. യഥാർത്ഥ ഗിന, യഥാർത്ഥ ഐശ്വര്യം, സമ്പന്നത എന്നത് ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. കാരണം കം മിൻ ഗനിയ്യിൻ വഖൽബുഹു ഫഖീർ. സാധാരണ ഞാൻ പറയാറുണ്ട്, എത്ര എത്ര പണക്കാരുണ്ട് അവന്റെ കൽബ് ഫഖീറാണ്, എത്ര എത്ര ഫഖീറുകളുണ്ട് പക്ഷെ അവന്റെ കൽബ് വളരെ ഗനിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖനാഅത്ത് നൽകുക എന്നതാണ് കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. ഒരു മനുഷ്യൻ അയാൾ വിജയിച്ചിരിക്കുന്നു. ആരാണ്? അവൻ മുസ്ലിം ആവുകയും എന്നിട്ട് റുസിഖ കഫാഫൻ, അവന് കഫാഫ് കിട്ടി, ആവശ്യത്തിനുള്ളത് കിട്ടി, അധികവുമല്ല കുറവുമല്ല, അങ്ങനെയുള്ളത് കിട്ടി. വഖന്നഅഹു അല്ലാഹ്, അല്ലാഹു അവനെ ഖനാഅത്ത് കൊടുക്കുകയും ചെയ്തു. ഉള്ളതിൽ അല്ലാഹു അവന് തൃപ്തി കൊടുക്കുകയും ചെയ്താൽ ബസ് അവനാണ് രക്ഷപ്പെട്ടവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന് അവൻ ശുക്ർ കാണിക്കും. ഒരുപാട് ദുനിയാവ് ഉണ്ടാവുക എന്നതല്ല കാര്യം, മറിച്ച് കിട്ടിയതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും ഖനാഅത്തും നൽകലാണ് കാര്യം. മാത്രമല്ല ഈ ആയത്തിൽ സൂചനയുണ്ട്, അത് നമ്മൾ മോഹിപ്പിക്കും എന്നത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് എന്നാൽ അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മനുഷ്യരെ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അതുകൊണ്ട് ഈ ദുനിയാവ് നിങ്ങൾ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ദുനിയാവ് ഭംഗിയുള്ളതാണ് എന്നതുകൊണ്ട് ആളുകൾ അത് വഞ്ചിച്ച് കളയണം. മാത്രമല്ല ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു വെള്ളത്തെ, ഈ ദുനിയാവിനെ വെള്ളത്തോട് ഉപമിച്ചതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതൊരു സ്ഥലത്ത് നിൽക്കുകയില്ല, വെള്ളം എന്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഒരാൾക്ക് നിൽക്കുക, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് അതിൽ പ്രവേശിച്ചവൻ നനയാതിരിക്കൂല, കയറിയോ നനയും. ദുനിയാവിന്റെ പിന്നാലെ പോയാൽ എന്തെങ്കിലും ഒരു അസാർ അത് നമുക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ദുനിയാവിന് ഈസാറ് കൊടുക്കുന്നു, മുൻതൂക്കം കൊടുക്കും. ആഖിറത്താണ് ഖൈറുൻ എന്നൊന്നും നിലനിൽക്കുന്നത്. ചില ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു ആഖിറത്തിനെ കുറിച്ച് അബ്ഖ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ തന്നെ ബുദ്ധിയുള്ള ഒരാൾ ആഖിറത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ആഖിറത്തിനെ കുറിച്ച് അള്ളാഹു ഖൈർ എന്ന് പറഞ്ഞിട്ടില്ല, ദുനിയാവിനേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല സ്വർഗം. പക്ഷെ അള്ളാഹു എന്ത് പറഞ്ഞു? എന്നൊന്നും നിലനിൽക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ബുദ്ധിയുള്ള ഒരാള് ആ ആഖിറ ഒഴിവാക്കി അതിന് പകരം ദുനിയാവ് വാങ്ങൂല. ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോകൂല, കാരണം അത് ബാക്കിയാവും, ഇത് തീർന്നു പോകും. അപ്പൊ അതിന്റെ കൂടെ ഖൈർ എന്നതുകൂടി പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ ഖൈറാണ്! ഈ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഖൈറാണ് സ്വർഗത്തിലെ ഖൈർ. അതുകൊണ്ട് ഇതിൽ വഞ്ചിതരായി പോകാതിരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. المال والبنون، المال ثبت، والبنون مكر، زينة الحياة الدنيا. ഈ ദുനിയാവിന്റെ സീനത്താണ്, ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. والباقيات الصالحات، والباقيات എന്നാൽ ബാക്കിയാകുന്നത് എന്താണ്? الصالحات، صالحاتകൾ. والباقيات الصالحات، الباقيات الصالحات ബാക്കിയാകുന്ന സാലിഹാത്തുകൾ, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ. നിന്റെ റബ്ബിങ്കൽ ഏറ്റവും സവാബുള്ളത്, ഏറ്റവും ഖൈറായ സവാബ് അതിനാണുള്ളത്. വഖൈറുൻ അമല, വഖൈറുൻ അമല, അതാണ് ഏറ്റവും നല്ല അമൽ. അമൽ എന്നാൽ ഏറ്റവും പ്രതീക്ഷയുള്ളത്, ഏറ്റവും പ്രതീക്ഷിക്കേണ്ടതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. ഈ മക്കളും അതുപോലെ സമ്പത്തും പരീക്ഷണമാണ്. അല്ലാഹുവിലാണ് ഏറ്റവും ഖൈറുള്ളത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
സലീമായ കൽബോടെ, രക്ഷപ്പെട്ട കൽബോടെ അള്ളാഹുവിൽ എത്തിയവന് അവന് മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ. ഇത് നമുക്ക് തിരിച്ചടിയായേക്കും. നമുക്ക് ഖൈറുമാകും ഷർറുമാകും. അൽമാൽ വൽ ബനൂൻ, മക്കളും സമ്പത്തും ഒന്നിക്ക് നമുക്ക് എതിരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിരിക്കും. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇദാ അസ്സാഖ വന്നാൽ എന്താണ് സംഭവിക്കുക? യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഖിയാമത്ത് നാൾ വന്നാൽ തന്റെ സഹോദരനിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടിപ്പോകും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹി. ഓരോരുത്തർക്കും അവരുടെ കാര്യം എന്ന് മതിയായത്. നഫ്സി നഫ്സി, എന്റെ കാര്യം എന്നല്ലാതെ ഒരാളും പറയുകയില്ല. കാരണം അവന്റെ ആമൽ മാത്രമാണ് അവനവിടെ ഉപകാരപ്പെടുന്നത്. ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളെയും ഒരുവൻ അവരെ കുറിച്ച് ചിന്തയില്ലാതാവും. എല്ലാവരും എടുത്തോളും. എന്നെ സ്വർഗത്തിലാക്കിയാൽ മതി എന്നാണ് ഒരു മനുഷ്യൻ പറയുക. കാരണം അതാണ് അന്നത്തെ ഭീകരത. അതാണ് അഊദു ബില്ലാഹ്. എന്നാൽ മുഅ്മിനുകൾക്ക് ബിഇദ്നില്ലാഹി വ തൗഫീഖിഹി ഇത് രണ്ടും ഖൈറായി മാറും പരലോകത്ത്. മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും, മാതാപിതാക്കൾ കൊണ്ട് മക്കൾക്കും ഖൈറുണ്ടാവുന്ന, രണ്ടുപേർക്കും ഖൈറുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിൻ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു അവന് പദവികൾ ഉയർത്തി കൊടുക്കും. അവൻ ചോദിക്കും, അള്ളാഹു ഇതെനിക്ക് എവിടെ നിന്നാ? ഞാൻ ഇത്ര അമൽ ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹു പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതുകൊണ്ടാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ ഫലമാണ്. അതുപോലെ നേരെ തിരിച്ച് മാതാപിതാക്കളുടെ ഖൈർ കൊണ്ട് മക്കൾക്ക് ഖൈറുണ്ടാവുക. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഓരോ മനുഷ്യനും, മുഅ്മിനുകൾ, വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാൻ, ഈമാനിൽ അവരെ പിന്തുടർന്ന മക്കളും അവർക്കുണ്ട്. അള്ളാഹു എന്ത് ചെയ്യും? മക്കൾക്ക് അത്രയൊന്നും ആമലില്ലെങ്കിലും ഉമ്മാന്റെ ഉപ്പാന്റെ ഖൈർ കൊണ്ട് അള്ളാഹു മക്കളെ അവരോട് ചേർത്ത് കൊടുക്കും, അവരെ സന്തോഷിപ്പിക്കാൻ, രണ്ടു കൂട്ടരെ സന്തോഷിപ്പിക്കാൻ. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. എന്നാൽ ഓരോരുത്തരും അവൻ ചെയ്തതിന് പണയ വസ്തുവാണ്. അതെന്തിനാണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് തോന്നുന്നു ഷർറു ഇങ്ങനെ കിട്ടുമോ? ഷർറു കിട്ടൂല. ഷർറ് അവനവൻ ചെയ്തത് മാത്രമേ അവനവൻ ഉണ്ടാകൂ. പക്ഷെ കാരണം ആവാൻ പാടില്ല. ഷർറ് പഠിപ്പിച്ചു കൊടുത്തോലെ അതിന്റെ കുറ്റം. ചെയ്യുന്നവരോടൊക്കെ കുറ്റുണ്ടാവും. ചെയ്യുന്നവർക്ക് കുറ്റമൊട്ടും പറയാതെ. ഖൈറും അങ്ങനെ തന്നെ. ഖൈർ പഠിപ്പിച്ചു കൊടുത്താൽ ചെയ്യുന്ന ആളുകളുടെ ഖൈറൊക്കെ പ്രതിഫലം പഠിച്ചു കൊടുത്താലുണ്ടാവും. ചെയ്യുന്നവരുടെ ഒട്ടും കുറയാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും പറഞ്ഞു. ഇത് രണ്ടും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതാണ്. മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും, മാതാപിതാക്കൾക്ക് അവരെ കൊണ്ട് മക്കൾക്കും ഖൈറിട്ട്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ, അവര് താബിഈകളിൽപ്പെട്ട ചില ആളുകൾ മക്കളോട് പറയാറുണ്ടായിരുന്നു, നിനക്ക് ഖൈർ കിട്ടാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് അധികം നിസ്കരിക്കും. എന്നിട്ട് അവർ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്, വകാന അബൂഹുമാ സാലിഹ. അള്ളാഹു ചില കുട്ടി ഒരു മതിലുണ്ടായിരുന്നു, അത് പൊളിയാനായിരുന്നു. മൂസാ നബിയും ഖദിർ നബിയും കൂടി അത് രണ്ടാമത് നിർമ്മിച്ച ഒരു കഥ വരാനുണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഇൻഷാ അല്ലാഹ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് അവർക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു. അതിനൊരു കാരണം പറഞ്ഞത് എന്താണെന്നൊരു, വകാന അബൂഹുമാ സാലിഹ. എന്താ കാരണം? ഇവരുടെ ഉപ്പയും ഉമ്മയും ആരായിരുന്നു? സാലിഹുകളായ ആളുകളായിരുന്നു. അപ്പൊ മുഅ്മിനുകൾക്ക് ഇത് കുഫാറുകൾക്ക് ഉണ്ടാകുന്നതല്ല. അവൻ കാഫറാണെങ്കിൽ അവനും ഉമ്മയും ഉമ്മാന്റെ ഉപ്പാന്റെ ഖൈറുണ്ടാവില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കാഫറായിരുന്നു. ഉപ്പ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലാണ്, നൂഹാണ് എന്നത് അവന് പ്രയോജനപ്പെട്ടിട്ടില്ല, പ്രയോജനപ്പെടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ ആസർ, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ എന്നത് പ്രയോജനപ്പെട്ടിട്ടില്ല, പ്രയോജനപ്പെടും. മുഅ്മിനുകളുടെ കാര്യം പറഞ്ഞു. മുഅ്മിനുകൾക്ക് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അവരുടെ മുഅ്മിനുകളായ മാതാപിതാക്കളെ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവും. മുഅ്മിനുകളായ അവരുടെ മക്കളെ കൊണ്ട് അവർക്ക് ഉപകാരം തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇത് ദുനിയാവിലെ സീനത്തുകളാണ്. അതുകൊണ്ട് ഇത് പരലോകത്തിൽ നമ്മളെ തെറ്റിച്ചാളരുത്. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون.
എല്ലാ വെള്ളിയാഴ്ച അധികം നമ്മൾ കേൾക്കുന്ന ആയത്താണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നിസ്കാരത്തിൽ സൂറത്തു അൽ ജുമായിൽ സൂറത്തുൽ മുനാഫിഖൂനും ഓതിയിരുന്നു എന്നാണ് ഒന്നാമത്തെ രണ്ടാമത്തെ റക്അത്തുകൾ. അല്ലെങ്കിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല രണ്ടാമത്തെ ഹൽ അതാക ഹദീസുൽ വാശിയ. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനൂകളെ ലാ തുൽഹികും നിങ്ങളെ അശ്രദ്ധരാക്കി കളയരുത് അംവാലുക്കും വല ഔലാദുക്കും സമ്പത്തോ മക്കളോ അൻ ദിക്രില്ലാഹ് അല്ലാഹുവിന്റെ ദിക്റിൽ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ ആരങ്ങനെ ചെയ്തു അവരാണ് നഷ്ടം പറ്റിയ ആളുകൾ. അതുകൊണ്ട് ഈ സീന ഇത് നമ്മളെ വഞ്ചിച്ച് കളയരുത്. ഇത് നമുക്ക് ഖൈറായിരിക്കണം. ഇത് ഖൈറിന് ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു ഇത് കൊണ്ട് നമുക്ക് ഒരുപാട് ഖൈർ തരും. അൽമാൽ വൽ ബനൂൻ സമ്പത്തും മക്കളും അള്ളാഹു അതുകൊണ്ടുള്ള ഖൈർ മാത്രം നമുക്ക് നൽകുമാറാകട്ടെ. അൽമാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്സാലിഹാത്ത് ബാക്കിയാകുന്ന സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഖൈറായ പ്രവർത്തനങ്ങളും അതിൽ പെട്ടു. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 ദിക്റുകൾ ആണ് അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പല മുഫസ്സിറുകളും പല മുൻഗാമികളും പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് ഈ ബാക്കിയാകുന്ന സാലിഹാത്തുകൾ ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല നിന്റെ റബ്ബിന്റെ അരികിൽ ഏറ്റവും നല്ല പ്രതിഫലവും ഏറ്റവും നല്ല പ്രതീക്ഷയും നൽകുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. സൂര്യൻ എന്തിന്റെയൊക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ ഏത് സമയവും എത്ര എണ്ണം പിടിക്കാതെ എത്രയും പറയാവുന്ന ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതിന്റെ ഫളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ദിക്റുകൾ സാലിഹായ അമലുകൾ ഇതാണ് അള്ളാഹുവിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുക. അള്ളാഹുവിൽ പ്രതിഫലവും പ്രതീക്ഷയും നമുക്ക് നൽകുന്ന അമലുകൾ ഇതാണ്. وفقنا الله وإياكم والله أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.